അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാനെ വന്ന് മീറ്റ് ചെയ്യുന്നതാ. ഡുവാനാണെങ്കിൽ സാക്ഷിനെ കാണുന്ന ഇങ്ങനെ നോക്കി നിന്നു പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഇപ്പൊ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ ചോദിക്കും നമ്മൾ എവിടെയാ ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഡുവാൻ പറയും അതൊക്കെ ഉണ്ട്, നീ എന്തായിരുന്നാലും വാ, ഞാൻ നിന്നെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിയുടെ മൈൻഡിൽ കൂടി പോകുന്ന എന്താണെന്നറിയാവോ? അതായത് ഇനി ഒരു പക്ഷേ നമ്മുടെ ഡുവാനാണെങ്കിൽ ഇവളെ കൊണ്ടുപോയിട്ട് ഇനി അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ അങ്ങ് മൂഡ് ഔട്ട് ആവും. എന്നിട്ട് കാറിൽ കയറാൻ പറയുമ്പോൾ അവളാണെങ്കിൽ ബാക്ക് സീറ്റിൽ ഇരിക്കാനായിട്ട് ഒരുങ്ങും. ഇത് കാണുന്നേ ഡുവാൻ ചോദിക്കും നിനക്കെന്താ എന്നെ കണ്ടിട്ട് ഡ്രൈവർ ആണെന്നാണോ തോന്നുന്നത്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഡോർ ഓപ്പൺ ആക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഇവർ രണ്ടുപേരും ആ റെസ്റ്റോറൻറ്റിൽ എത്തുന്നതാണ്. അവിടെയായിട്ട് സിയോനും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവളെ കാണുന്നേ നമ്മളുടെ സാക്ഷിക്കൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും വന്ന് ഇരിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് സിയോങ് പറയും ഞാൻ കഴിഞ്ഞ തവണ നിന്നെ കണ്ടപ്പോൾ നീ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നേ പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്നങ്ങ് എസ്കേപ്പ് ആവും. അവിടെ ഫുഡ് ഓർഡർ ചെയ്തത് വരും. ആ സമയത്ത് സിയോങ് ആണെങ്കിൽ നമ്മുടെ സാക്ഷി എടുത്ത് സംസാരിക്കും. എന്നിട്ട് പറയും നീ ഞങ്ങളെ അന്ന് കണ്ടില്ലായിരുന്നു. സത്യം പറഞ്ഞ അന്നത്തെ ദിവസം ഡുവാനാണെങ്കിൽ നല്ല പനി ഉണ്ടായിരുന്നു, അവനൊട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവൻ്റെ കൂടെ വരാനായിട്ട് ഒരുങ്ങി. എന്നാൽ എൻ്റെ ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പകരമായിട്ട് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ അന്ന് ഡുവാൻ നീ കരയുന്ന കണ്ടപ്പോഴേ അവന് ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് ഞാനവനെ ഒരുപാട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് മനസ്സിലാവും. അതായത് അന്ന് അവൾ വാഷ്റൂമിൽ പോയ ടൈമിൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്ന്. ഇവിടെയാണെങ്കിൽ സിയു അങ്ങ് നമ്മളുടെ ഡുവാനെ പറ്റി ഭയങ്കരമായിട്ട് പൊക്കി സംസാരിക്കും. കുറേ നേരം അവരങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവിടേക്ക് നടന്നു വരും. കൂട്ടത്തിൽ തന്നെ അവൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വരുന്നതും നമ്മുടെ സാക്ഷിനെ കാണും. അപ്പോൾ അവർ ചോദിക്കും ഇതേതായി കുട്ടിയെന്ന്. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇതെൻ്റെ ഫ്രണ്ടായെന്ന്. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കര ഷോക്കായിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലവും നമ്മുടെ ഡുവാൻ സാക്ഷിനെ എല്ലാവരെയും മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ അവൻ്റെ സിസ്റ്ററാ എന്നും പറഞ്ഞിട്ടാ. എന്നാൽ ഇത് ആദ്യമായിട്ടല്ലേ അവൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിൽക്കുന്ന ഓരോ ഫ്രണ്ട്സും നമ്മുടെ സാക്ഷിയുടെ അടുത്ത് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതും നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് ചോദിക്കും നിനക്ക് ഇവിടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയാലോ? അപ്പോൾ സാക്ഷി പറയും ഓക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാ എന്ന്. പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും ഇവക്കൊരു ജോലി വന്നു, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പോയേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങും. അങ്ങനെ പുറത്ത് വരുന്നേ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും നീ സത്യം പറഞ്ഞാൽ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് സിയോങ് പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ? സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നീ തന്നെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാനത് വിശ്വസിച്ചാനെ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനങ്ങ് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും അങ്ങനെയല്ല, ഇത് ഞാൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു, ഇല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വന്നാലോ. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് മനസ്സിലാവത്തില്ല ഇവൻ ഈ ഫ്യൂച്ചർ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന്. നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് നോക്കും നമുക്കൊരു സിനിമ കാണാൻ പോയാലോ എന്ന്. അങ്ങനെ സാക്ഷി അതിന് സമ്മതിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഒരു മാളിലെത്തും. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ ഇവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ ഒരുങ്ങുന്നേയും നമ്മുടെ സാക്ഷിക്ക് അവളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ സാക്ഷി പറയും ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന്. ഇത് കേൾക്കുന്നേ അവളുടെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവളുടെ അടുത്ത് പിന്നെയും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. അതേസമയം തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിൽക്ക് ഡ്രിങ്ക് ആയിരുന്നു. അവളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡുവാൻ്റെ അടുത്ത് പറയും എനിക്ക് മിൽക്ക് എന്ന് വെച്ചാൽ അലർജിയാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഷോക്കാകും. അവനങ്ങനെ വേഗം തന്നെ പോയിട്ട് ആ ഡ്രിങ്ക് ചേഞ്ച് ആക്കിയിട്ട് വേറെ ഡ്രിങ്ക് വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ അവൻ ഡ്രിങ്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നതും നമ്മുടെ സാക്ഷിയുടെ മുഖം കാണുമ്പോൾ ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫേസിലായിട്ട് ചെറിയ ചെറിയ റാഷസ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ പറയും വേഗം വാ, നമുക്കാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇതിനുള്ള മെഡിസിൻസ് വാങ്ങിക്കാമെന്ന്. അങ്ങനെ അവൻ അവളെയും കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ വരും. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ മുഖമൊക്കെ നല്ലതുപോലെ കവർ ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഡുവാൻ വന്നിട്ട് ഇവക്ക് മെഡിസിൻ കൊടുക്കും. എന്നിട്ട് പറയും വേഗം തന്നെ ഇത് കഴിക്കുക എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കും. അതേസമയം തന്നെ നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ ഡുവാനാണെങ്കിൽ സിയോങ്ങിൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് അവളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം, എൻ്റെ കൂടെ സാക്ഷിനെ വന്നൊന്ന് മീറ്റ് ചെയ്തിട്ട് അവളുടെ അടുത്ത് പറയണം നിങ്ങൾ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്ന്. പോരാത്തതിന് ഒരു കാര്യം കൂടി പറയണം, ഞാൻ കുറേ
കുറേ കാലമായിട്ട് സിംഗിളാണ് എന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അവൻ നല്ലതുപോലെ റിക്വസ്റ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ സിയോങ് അവൻ്റെ അടുത്ത് പറയും ഓക്കെ ഞാൻ നിന്റെ പ്രശ്നമൊക്കെ സോൾവ് ആക്കി തരാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഡുവാനാണെങ്കിൽ സിയോങ്ങിൻ്റെ അടുത്ത് വന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നേ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നല്ല ഒറിജിനാലിറ്റി വേണമേ, എന്തായിരുന്നാലും എല്ലാ കാര്യവും പറയുമ്പോൾ നല്ല കാര്യമായിട്ട് നല്ല സിൻസിയറായിട്ട് പറയണം. ഇത് കേൾക്കുന്നേ സിയോങ്ങിനങ്ങ് ചിരി വരും. അവൾ പറയും നീ ഇപ്പം എൻ്റെ മുന്നിൽ ഒരു കൊച്ചിനെ പോലെ ബിഹേവ് ചെയ്യുന്നത് നിനക്ക് എന്തായി പറ്റിയെന്ന് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സാക്ഷിനെയും അതേപോലെ തന്നെ ഡുവാനെയാണ്. ഇവിടെ സാക്ഷിക്കാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് സിനിമ കാണാനൊന്നും പറ്റിയില്ലല്ലോ. അവൾ വിചാരിക്കും ഇതെല്ലാം ഇന്ന് തന്നെ സംഭവിക്കണമായിരുന്നോ എന്ന്. അതേപോലെ തന്നെ അവളിങ്ങനെ നമ്മൾ ഡുവാൻ്റെ അടുത്ത് പറയും എന്തൊക്കെയായിരുന്നാലും ആ മിൽക്ക് ടീ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡുവാൻ ചോദിക്കും ഇത്രയൊക്കെ നടന്നിട്ട് നിനക്ക് ആ മിൽക്ക് ടീനെ പറ്റിയിട്ടാണോ ചിന്ത? പെട്ടെന്ന് നമ്മുടെ ഡുവാൻ ഓർമ്മ വരും. അതായത് പണ്ടൊരിക്കലും നമ്മുടെ ഡുവാനാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കത്തില്ലേ. അപ്പോൾ നമ്മുടെ ഡുവാൻ അതിനെപ്പറ്റി ചോദിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും അന്ന് ആ മിൽക്ക് ടീ ഞാൻ കുടിക്കാഞ്ഞത് ഈ കാരണം കൊണ്ടാണ്, പകരം ഇത് കുടിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നമ്മളുടെ ആ ഹോസ്റ്റലിലെ അവിടേക്ക് നടക്കാനായിട്ട് ഒരുങ്ങും. അങ്ങനെ ഇവർ രണ്ടുപേരും നടന്നു വരുന്നത് നമ്മുടെ സാക്ഷിയാണെങ്കിൽ എപ്പോഴും ഇവളുടെ ഫേസ് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടേ വരുമായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഡുവാൻ അവളുടെ അടുത്ത് പറയും നീ ഇങ്ങനെ ഫേസ് എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കാതെ അല്ലാതെ നടക്ക്. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൾ സബ് കോൺഷ്യസ്ലി ഇങ്ങനെ മുഖത്തിങ്ങനെ തൊട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ ഇവിടെ രണ്ട് കൈയും കൂട്ടി അങ്ങ് പിടിക്കും. എന്നിട്ട് ഇവളെ പിടിച്ചുകൊണ്ട് നടക്കും. ഇത് കാണുന്നേ സാക്ഷി ചോദിക്കും നീ എന്നെ ഇപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന വേണ്ട, എനിക്ക് തോന്നുന്നത് നീ ഏതോ ഒരു പട്ടിക്കുട്ടീനെ വോക്കിന് കൊണ്ടുവന്നതുപോലെ. എന്നിട്ട് അവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ക്യൂരിയസ് ആയിട്ട് ചോദിക്കും അല്ല എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നീ നിന്റെ കൊളീഗ്സിൻ്റെ ഒക്കെ മുമ്പിലായിട്ട് എന്നെ എന്തിനാ ഫ്രണ്ടെന്നും പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സത്യം പറഞ്ഞാൽ നീ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നിന്റെ കുഞ്ഞനിയത്തിയാണെന്നല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളെടുത്ത് ചോദിക്കും നീ എന്താ എന്നെ നിന്റെ വലിയ ബ്രദറായിട്ടാണോ കണ്ടിരിക്കുന്നത്? ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ എന്ത് പറയണോന്ന് പോലും അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഇപ്പോഴത്തെ ഒരു മൊമെന്റ് ഇല്ലേ അത് ഭയങ്കര ഓക്വേർഡായിരുന്നു. വേഗം തന്നെ നമ്മൾ ഡുവാനാണെങ്കിൽ ടോപ്പിക്ക് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് അവളെടുത്ത് പറയും എൻ്റെ ബർത്ത്ഡേ അടുത്ത് വരുവാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ക്രീം കേക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ടോപ്പിക്ക് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മുടെ സാക്ഷിക്കൊന്നും മനസ്സിലാവത്തില്ല. അവൾ വിചാരിക്കും ഇവനിപ്പോൾ ക്രീം കേക്കിനെ പറ്റിയൊക്കെ പറയുന്നത് എന്തോത്തിനാ, ഇനിയിപ്പോൾ അവൻ എൻ്റെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സാക്ഷി അവൻ്റെ അടുത്ത് പറയും നമ്മളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ അടുത്തടുത്തല്ലേ, നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഒരുമിച്ച് ആഘോഷിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും അത് ശരിയാ, അല്ലെങ്കിലും ഒറ്റയ്ക്ക് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നതിൻ്റെ കൂടെ ഒരു രസമൊന്നും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സാക്ഷിയുടെ ഫ്രണ്ട്സിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കും. സത്യം പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. അവളാണെങ്കിൽ വരാൻ ലേറ്റ് ആവുമല്ലേ. അങ്ങനെ അവരാണെങ്കിൽ നമ്മുടെ സാക്ഷിനെ വിളിക്കാനായിട്ട് ഒരുങ്ങും. ആ സമയത്ത് തന്നെ നമ്മുടെ സാക്ഷി എവിടേക്ക് വരും. ഇവളെ കാണുന്ന എല്ലാവർക്കും നല്ല സന്തോഷമാവും. എന്നിട്ട് ചോദിക്കും നിന്റെ ഡേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവർക്ക് നേരെ ഒരു ഓക്കെയുടെ സിമ്പലും കാണിച്ചിട്ട് വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കും. അപ്പോൾ അവരവളെ പിടിച്ചിരുത്തിയിട്ട് പറയും പറ്റത്തില്ല, നീ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും എനിക്കും തോന്നുന്നത് അവനും എൻ്റെ അടുത്ത് എന്തോ ഫീലിങ്സ് ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ അവളുടെ ഫ്രണ്ട്സിന് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് അതിനകത്ത് ഒരുത്തി പറയും എനിക്ക് തോന്നുന്നത് ഡുവാനും അറിയായിരിക്കും നിനക്കും അവൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന്. ഇനിയിപ്പോൾ നീ എന്തായിരുന്നാലും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിൽക്കണം, നീ എന്തായിരുന്നാലും ഒരു സ്റ്റെപ്പ് മുമ്പിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷിക്ക് ഓരോരോ ടിപ്പ് കൊടുക്കും. എന്നിട്ട് പറയും എന്തായിരുന്നാലും ഉടനെ തന്നെ നീ അവനെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കണം. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും ഓക്കെ ഞാൻ ഉടനെ തന്നെ അവനെ കണ്ടിട്ട് എൻ്റെ ഫീലിങ്സ് അവൻ്റെ അടുത്ത് കൺഫസ് ചെയ്യുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ ബർത്ത്ഡേയുടെ ദിവസം ഡുവാനെ കാണാൻ വേണ്ടിയിട്ട് വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അവൾ അങ്ങനെ ഓടിപ്പോകുന്നേ അവിടെയായിട്ട് നമ്മുടെ ഡുവാനും നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് ഇടയിലായിട്ട് മിന്നി ഇവളെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ഇവളുടെ അടുത്ത് ബർത്ത്ഡേ വിഷ് ചെയ്യും. കൂട്ടത്തിൽ തന്നെ അവൻ പറയും നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ നമ്മളുടെ സാക്ഷി പറയും ഇല്ല എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ മിന്നാണെങ്കിൽ അവൻ്റെ കയ്യിലിരുന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് എടുത്ത് നമ്മുടെ സാക്ഷിയുടെ നേരെ നീട്ടും. എന്നിട്ട് പറയും ഇത് നിനക്കുള്ള ഗിഫ്റ്റാ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഈ ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവൾ പറയും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന്. എന്നാൽ നമ്മുടെ മിന്നാണെങ്കിൽ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവസാനം അവളെ കൊണ്ട് ആ ഗിഫ്റ്റ് വാങ്ങിപ്പിക്കും. എന്നാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് മുമ്പിലായിട്ട് നമ്മുടെ ഡുവാൻ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുമല്ലേ. അവൾ വേഗം തന്നെ ചരിഞ്ഞ് നിന്നിട്ട് അവളുടെ മുടിയൊക്കെ സെറ്റാക്കിയിട്ട് വേഗം തന്നെ നമ്മുടെ ഡുവാൻ്റെ അടുത്തേക്ക് നടക്കും. ഡുവാൻ്റെ അടുത്ത് ചെല്ലുന്നേ ഡുവാനാണെങ്കിൽ അവളുടെ കയ്യിലിരുന്ന് ആ ഗിഫ്റ്റ് അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് അവളുടെ കൂടെ നല്ല ക്ലോസ് ആയിട്ട് നടക്കും. കുറച്ച് ദൂരം ചെല്ലുന്നേയും ഇവനാണെങ്കിൽ അവളുടെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്നിട്ട് ചോദിക്കും എന്താ എന്നെ കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ആ ചെറുക്കനെ പോലെ തോന്നുന്നുണ്ടോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി അങ്ങ് ഭയങ്കര ഷോക്കായി പോവും.
അവൾ വിചാരിക്കും ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന് മനസ്സിലാവും, അതായത് ഞാൻ എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ ചെറുക്കൻ ഇവൻ തന്നെയാ എന്ന്. അതുകൊണ്ടൊന്നും മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൾ പറയും, ഞാനാണെങ്കിൽ ഇഷ്ടപ്പെട്ട ചെറുക്കൻ നിന്നെ പോലൊന്നും അല്ല, അവനാണെങ്കിൽ ഒരു മന്ദബുദ്ധിയാ, അവനാണെങ്കിൽ ഒരു കാര്യം അറിയത്തില്ല, അവൻ ആരെടുത്തും ക്രഷ് ഇല്ല എന്നൊക്കെ അവൾ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ അങ്ങ് ചിരിക്കും. എന്നിട്ടാണെങ്കിൽ അവൻ നമ്മുടെ സാക്ഷിനെ നോക്കിയിട്ട് പറയും, അല്ലെങ്കിലും നിനക്ക് ആൾക്കാരെ വീഴ്ത്താൻ ഭയങ്കര കഴിവാ എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിക്ക് ഇവൻ എന്താണ് ഈ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഇവർ രണ്ടുപേരും കൂടി ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ ബസ്സിൽ നല്ല ആളുണ്ടായിരുന്നു. നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇങ്ങനെ തള്ളിൻ്റെ ഇടയിൽ പെട്ട് നിൽക്കുന്നേയും നമ്മുടെ ഡുവാനാണെങ്കിൽ അവളെ ആ ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ കവർ ചെയ്ത് നിൽക്കും. എന്നിട്ട് ഡുവാൻ നമ്മുടെ സാക്ഷി എടുത്ത് പറയും, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ പിടിക്കുക എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ആ കയ്യിൽ നല്ലതുപോലെ പിടിക്കാതെ അവൻ്റെ ഡ്രസ്സിലായിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടുകൊണ്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ഡുവാനാണെങ്കിൽ സാക്ഷിയുടെ കൈ എടുത്ത് അവൻ്റെ കയ്യിലായിട്ട് എടുത്തങ്ങ് വെക്കും. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഇവരാണെങ്കിൽ ഒരു ഷോപ്പിൽ വന്നിട്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നതാ. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ലെമണിൻ്റെ ജ്യൂസാണ് ഓർഡർ ചെയ്യുന്നത്. ഇത് കാണുന്നേ നമ്മൾ ഡുവാൻ അവളുടെ അടുത്ത് പറയും, നീ ഇത് കുടിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല തണുത്ത വെതറല്ലേ, അതുകൊണ്ട് തന്നെ നിനക്ക് നല്ലതുപോലെ തണുക്കും എന്ന് പറയും. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും, ഞാൻ നിന്നെ അനോയ് ചെയ്യുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ, എന്തൊക്കെയായിരുന്നാലും ഞാൻ ഇതേ കുടിക്കത്തോളം എന്ന് പറഞ്ഞിട്ട് അവൾ അത് തന്നെ ഓർഡർ ചെയ്യും. എന്നിട്ട് ഇവർ രണ്ടുപേരും സിനിമ കാണാൻ വേണ്ടിയിട്ട് വരും. സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ സാക്ഷിക്ക് നല്ലതുപോലെ തണുക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ആ ഡ്രിങ്ക്സിനെ അവളുടെ സ്വെറ്റർ വെച്ചിട്ട് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അത് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമ്മളെ ഡുവാൻ പറയും, നിനക്കത് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാം. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന്. അപ്പോൾ ഡുവാൻ പറയും, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കയ്യിൽ പിടിച്ചോ, നിനക്കാണെങ്കിൽ ആ ഗ്ലാസ് പിടിച്ചിട്ട് നല്ലതുപോലെ തണുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അതങ്ങ് ചൂടാക്കുക, അപ്പോൾ പിന്നെ ഓക്കെ ആവുമല്ലോ എന്ന് നമ്മുടെ ഡുവാൻ അവിടെ അടുത്ത് സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ അവൻ പറയും, അല്ലേലും ഇങ്ങനെയൊന്നും ചെയ്യുന്നതുകൊണ്ട് വേറെ തെറ്റൊന്നുമില്ല, അല്ലേലും നീ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കൊന്നും മനസ്സിലാവത്തില്ല. അവളാണെങ്കിൽ ആ കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് പോലും കുടിക്കാൻ പറ്റത്തില്ല. അവൾ ചോദിക്കും, നീ ഇതെന്തുവായി പറയുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. സാക്ഷി ചോദിക്കും, ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്തുവാ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, നമുക്കിനി എൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെയാ നിനക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ഉള്ളേ എന്ന്. ഇത് കേൾക്കുന്നേ സാക്ഷി പറയും, നീ അതിന് എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞില്ലേ നിൻ്റെ വീട്ടിലും അതേപോലെ തന്നെ നിൻ്റെ ഓഫീസിലും വരരുത് എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, അതായത് അന്ന് ആ ജിയാങ്ങിനെ കാരണമാണ് ഞാൻ നിൻ്റെ അടുത്ത് അവിടേക്ക് വരരുത് എന്ന് പറഞ്ഞേന്ന്. കൂട്ടത്തിൽ തന്നെ അവന് മനസ്സിലാവും ഇതിൻ്റെ പേരിൽ നമ്മുടെ സാക്ഷി നല്ല അപ്സെറ്റ് ആയിരുന്നു എന്ന്. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് സോറി പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി തിരിഞ്ഞു എന്ന് ചിരിക്കും. അവക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും നമ്മുടെ ഡുവാന്റെ വീട്ടിലെത്തുന്നയാ. അവിടെയാണെങ്കിൽ ഡുവാൻ നമ്മുടെ സാക്ഷിക്ക് വേണ്ടിയിട്ട് ഒരു സ്ലിപ്പേഴ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അവൻ അതൊക്കെ കാണിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ സ്ലിപ്പേഴ്സ് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അങ്ങനെ അവള് വേഗം തന്നെ അത് ചേഞ്ച് ആക്കിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നേ. ഡുവാൻ ചോദിക്കും, നീ എൻ്റെ ബാൽക്കണി കണ്ടിട്ടില്ലല്ലോ, നമുക്ക് വേഗം തന്നെ അവിടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് സാക്ഷിനെയും കൊണ്ടുപോകാം. ബാൽക്കണിയിൽ പോകും. എന്നിട്ട് അവിടെ ലൈറ്റൊക്കെ ഇടും. ഇത് കാണുന്നേ സാക്ഷി ഭയങ്കര സർപ്രൈസ്ഡ് ആവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിൽ തന്നെ അവിടെ 2 കേക്കും ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാക്ഷി ചോദിക്കും, ഈ 2 കേക്ക് എന്തിനാ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഇതിനകത്ത് ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയതും വേറൊന്ന് ഞാൻ വാങ്ങിച്ചതുമാണ്. അഥവാ ഞാൻ ഉണ്ടാക്കിയ കേക്ക് കൊള്ളത്തില്ല എങ്കിൽ നമുക്ക് ഇത് കൊളമാവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സെക്കൻഡറി പ്ലാൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാ. എങ്ങനെ കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, നീ ഏത് കേക്കാന്ന് വെച്ചാൽ ചൂസ് ചെയ്തോ എന്ന്. സാക്ഷിയാണെങ്കിൽ നമ്മുടെ ഡുവാൻ ഉണ്ടാക്കിയ കേക്കാ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് മൊത്തം ക്യാൻഡിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാന്റെ കേക്ക് ചൂസ് ചെയ്തതിൽ അവന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഈ സാക്ഷിയാണെങ്കിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഡുവാന്റെ അടുത്ത് നിന്ന് കണ്ണെടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ സോങ് ഒക്കെ പാടും. ഇത് കേൾക്കുന്നേ സാക്ഷി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവൾ അങ്ങനെ വിചാരിക്കും, ദൈവമേ, എനിക്ക് ലൈഫ് ലോങ് ഇവന്റെ കൂടെ ഇതേപോലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ കേക്കൊക്കെ കട്ട് ചെയ്യും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ ഉണ്ടാക്കിയ കേക്ക് കഴിക്കും. അവക്കാണെങ്കിൽ ആ കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും. എന്നിട്ട് സാക്ഷി എടുത്ത് പറയും, നീ ഇത് ഇപ്പോൾ തുറന്ന് നോക്കരുത്, വീട്ടിൽ ചെന്നിട്ട് തുറന്ന് നോക്കിയാൽ മതിയെന്ന്. എന്നിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് ചോദിക്കും, നിനക്ക് എങ്ങനെയുള്ള ചെറുക്കനെയാ ഇഷ്ടമെന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അതായത് കൈൻഡ് ആയിരിക്കണം, നല്ല ലവിങ് ആയിരിക്കണം, കൂട്ടത്തിൽ തന്നെ നല്ല ഹൈറ്റും വേണമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിയുടെ അടുത്തായിട്ട് വന്ന് നിൽക്കാൻ ഒരുങ്ങും. എന്നിട്ട് അവളുടെ അടുത്ത് നിന്നിട്ട് അവൻ്റെ ഹൈറ്റ് മാച്ച് ആവുന്നോ എന്ന് നോക്കും.
എന്നിട്ട് അവൻ പറയും, നീ ഇപ്പൊ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും എൻ്റെ അടുത്തും ഉണ്ടല്ലോ, എന്താ എനിക്ക് നിന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കൊന്നും മനസ്സിലാവത്തില്ല. അവള് ചോദിക്കും, നീ എന്തുവായി പറയുന്നേ? ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെയാണോ നീയും പറഞ്ഞിരിക്കുന്നേ? അപ്പൊ നമ്മുടെ ഡുവാൻ ചോദിക്കും, ഞാൻ ഈ പറഞ്ഞതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതായത് അവനാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആവാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഉടനെ നമ്മുടെ സാക്ഷി പറയും, അതിന് നീ എന്നെ ഇത്രയും കാലവും കൊച്ചുകുട്ടി എന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്നേ? അപ്പൊ നമ്മുടെ ഡുവാൻ പറയും, നിനക്കിനി 80 വയസ്സായാലും ഞാൻ നിന്നെ കൊച്ചുകുട്ടിന്ന് മാത്രമേ പറയത്തുള്ളൂ എന്ന്. എന്നിട്ട് ഇവൻ അവളുടെ അടുത്ത് ചോദിക്കും, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് എന്ത് പറയണോന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇവളാണെങ്കിൽ ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ ഡുവാൻ പറയും, നീ എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറയോ, എനിക്കാണെങ്കിൽ ഇവിടെ ശ്വാസം മുട്ടിയിട്ട് വയ്യ. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി സ്വന്തമായിട്ട് മനസ്സിൽ വിചാരിക്കും, നിന്റെ ശ്വാസം മുട്ടുന്നതിനെക്കാട്ടി അധികം എനിക്കിവിടെ ശ്വാസം മുട്ടിയിട്ടിരിക്കുക എന്ന്. അപ്പൊ നമ്മുടെ ഡുവാൻ ചോദിക്കും, നീ എന്തെങ്കിലും ഒന്ന് പറ എന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷി പറയും, സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ വേറെ ഫീലിങ്സ് ഒന്നും ഇല്ല. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഷോക്കാകും. ഉടനെ സാക്ഷി പറയും, അയ്യോ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇതേപോലെ തന്നെ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിന്റെ അടുത്ത് എനിക്ക് എങ്ങനെയുള്ള ഫീലിങ്സാ ഉള്ളേ എന്ന്. അതനുസരിച്ചിട്ട് ഞാൻ നിന്റെ അടുത്ത് എന്താന്ന് വെച്ചാൽ പറയാ എന്ന് നമ്മുടെ സാക്ഷി പറയും. ഇത് കേൾക്കുന്നേ ഡുവാൻ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈഫ് ലോങ് നിന്റെ അടുത്ത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും, എന്തായിരുന്നാലും ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഗീവപ്പ് ചെയ്തില്ല എന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കാനായിട്ട് ഒരുങ്ങും. അവിടെ നമ്മുടെ സാക്ഷി പറയും, ഞാൻ എന്തായിരുന്നാലും നിന്റെ അടുത്ത് എസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്തൊക്കെയായിരുന്നാലും എനിക്ക് നിന്റെ ഒരു കേക്ക് വേണം, ഞാനത് കൊണ്ടുപോകുമോ എന്ന് പറയും. ഇത് കേൾക്കുന്നേ ഡുവാൻ പറയും, അതിന് നീ എൻ്റെ അടുത്ത് എസ് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഒരു കേക്കും ഇല്ല എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും, നീ എന്നെ വളയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ്, കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തായിരുന്നാലും എൻ്റെ മൈൻഡിലുള്ളത് എന്താന്ന് വെച്ചാൽ തുറന്ന് പറയാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ പറയും, ഓക്കെ, ഞാൻ എന്തായിരുന്നാലും നിന്റെ കൂടെ കുറച്ച് കാലം പുറകെ നടന്ന് നിന്നെ വീഴ്ത്തിയെടുക്കുന്നതായിരിക്കും എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത ആ കേക്ക് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയും. എന്നിട്ട് ഡുവാൻ പറയും, നിനക്ക് ഈ കേക്ക് ഇങ്ങനെ ഇത്രയ്ക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഡെയിലി ഈ കേക്ക് ഉണ്ടാക്കാൻ റെഡിയാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഇവളാണെങ്കിൽ നമ്മളെ ഡുവാൻ ഉണ്ടാക്കിയ കേക്കുമായിട്ട് അവളുടെ ഹോസ്റ്റലിൽ എത്തുന്നേ. അവിടെ അവളുടെ ഫ്രണ്ട്സും ഇവക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് പാർട്ടി കൊടുത്തായിരുന്നു. ഇവള് വരുന്നതും കേക്കൊക്കെ ആയിട്ട് വന്നിട്ട് ഇവളുടെ അടുത്ത് ക്യാൻഡിലൊക്കെ ഊതി അണയ്ക്കാൻ പറയും. അങ്ങനെ ഇവൾ ഇതൊക്കെ കഴിയുന്നതും ഇവർ ചോദിക്കും, നിന്റെ കയ്യിരിക്കുന്ന ഈ കേക്ക് എന്ത് വിയേർഡാണ് എന്ന്. അപ്പോൾ അവൾ പറയും, ഇല്ല, എനിക്കിത് കണ്ടിട്ട് നല്ല ക്യൂട്ടാണ് എന്നാ തോന്നിയത്. പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ട്സ് പറയും, ഓഹോ, അപ്പോൾ ഇത് നിനക്ക് വേണ്ടിയിട്ട് ഡുവാൻ ഉണ്ടാക്കിയതായിരിക്കും. ഇവക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് ചോദിക്കും, എന്തൊക്കെയാണ് നടന്നതെന്ന് പറ, നിന്റെ ഡേറ്റ് അല്ലായിരുന്നോ? അപ്പോൾ നമ്മുടെ സാക്ഷി നടന്ന കാര്യം എല്ലാം പറയും. ഇത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട്സിനും ഭയങ്കര സന്തോഷമാവും. അവർ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ നാണക്കേട് കാരണം അവളിങ്ങനെ മുഖം മറച്ചു വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന 2-3 ദിവസത്തിന് മുന്നേ ഉള്ളൊരു സീന. അവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാൻ ഒരു ഷെഫിൻ്റെ അടുത്ത് വന്നിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഷെഫ് പറയും, നീ ആണെങ്കിൽ കഴിഞ്ഞ തവണ എൻ്റെ അടുത്ത് വന്നത് നീ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അത് കഴിഞ്ഞിട്ട് നീ ഇപ്പോഴാണ് പൊങ്ങുന്നത്, സത്യം പറ, ഈ കേക്ക് നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ഇത് കേൾക്കുന്നത് നമ്മുടെ ഡുവാനാണെങ്കിൽ അയാളെ നോക്കി ഒന്ന് ചിരിക്കും. അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാവും. നമ്മുടെ ഡുവാനാണെങ്കിൽ ഒരുപാട് തവണ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഓരോ തവണ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതിനകത്തല്ല എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സും വരുന്നുണ്ട്. അങ്ങനെ അവസാനം അവനാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കും. അതാണ് നമ്മുടെ സാക്ഷിയുടെ ബർത്ത്ഡേക്ക് അവൻ കൊണ്ടുവരുന്നത്. അവൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ സാക്ഷിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡുവാൻ അവൾക്ക് വേണ്ടി കൊടുത്ത ആ ഗിഫ്റ്റില്ലേ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറയാണ്. ഈ ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കി നോക്കുന്നതും സാക്ഷി കാണും. അതിൻ്റെ അകത്തായിട്ട് നമ്മുടെ ഡുവാൻ്റെ ഒരു ഷർട്ട് ഇങ്ങനെ തുറന്നിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ എന്ന്. ഇത് കാണുന്നേ അവൾക്കങ്ങ് പെട്ടെന്ന് നാണം വരും. വേഗം തന്നെ അവളാണെങ്കിൽ നമ്മളുടെ ഡുവാനെ വിളിക്കും. എന്നിട്ട് പറയും, നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തന്ന ഗിഫ്റ്റ് ഇതാണോ എന്ന്. ഉടനെ നമ്മുടെ ഡുവാൻ ചോദിക്കും, എന്താ നിനക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം നമ്മളുടെ സാക്ഷി പറയും, ഈ ഫോട്ടോ അയച്ചിട്ടാണോ നീ എനിക്ക് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് തന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷിയാണെങ്കിൽ ആ ഫോട്ടോ അവനെ ഫോണിനകത്ത് ക്ലിക്ക് ചെയ്ത് അവൻ അയച്ചു കൊടുക്കും. പെട്ടെന്ന് നമ്മളെ ഡുവാൻ ഓർമ്മ വരും, അതായത് ഇവനാണെങ്കിൽ ഈ ക്യാമറ കൊള്ളാവോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അറിയാണ്ടെടുത്ത ഫോട്ടോയാ. അപ്പോൾ നമ്മളുടെ ഡുവാൻ ആണെങ്കിൽ ഇത് കേൾക്കുന്നേ അവളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പറയും, എന്താ നിനക്ക് ഈ ഫോട്ടോയുടെ HD ഫോട്ടോ വേണോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ സാക്ഷിക്ക് അങ്ങ് ഒരുമാതിരിയാവും. അവൾ വിചാരിക്കും, എന്നാലും ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങ് ഫ്ലേർട്ട് ചെയ്യുന്നല്ലോ എന്ന്. അവൾ പറയും, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, വെച്ചിട്ട് പോകുമെന്നും പറഞ്ഞിട്ട് അവൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് വേഗം തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ നമ്മളുടെ ഈ ഡുവാൻ്റെ പേരില്ലേ അത് ബ്രദർ എന്നുള്ള ആ ഒരു പേര് മാറ്റിയിട്ട് വേഗം തന്നെ അവൾ ഒരു സ്യൂട്ടർ എന്നുള്ള പേരിലോട്ട് ചേഞ്ച് ആക്കും. ഈ സ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ
മാരേജിന് വേണ്ടിയിട്ട് പ്രപ്പോസൽസ് ഒക്കെ നോക്കത്തില്ലേ, അങ്ങനെയുള്ള ഒരാളിനെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അവള് ആ നമ്പർ കൊണ്ട് ചേഞ്ച് ആക്കുന്നത് തൊട്ടുപുറവിനെ തന്നെ നമ്മുടെ സാക്ഷിക്ക് അവളുടെ ബ്രദർ മെസ്സേജ് അയക്കും, ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട്. നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. അവളാണെങ്കിൽ അവളുടെ ബ്രദറിൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഞാനാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ ബ്രദർ ആണെങ്കിൽ വേഗം തന്നെ അവളെ കോൾ ചെയ്യും. എന്നിട്ട് പറയും, നീ എന്തുവായി പറയുന്നത്, നീ റിലേഷൻഷിപ്പിൽ പോകാൻ പോകുന്നെന്നോ? ആദ്യമേ നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ആക്കി എന്നിട്ട് നീ റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിക്കും. അപ്പോൾ നമ്മളുടെ സാക്ഷി പറയും, അതിനിപ്പോൾ എന്തുവാ തെറ്റ്, എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും പ്രേമിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കാൻ പോകുന്ന ആൾ എന്നെക്കാട്ടും കുറച്ച് വയസ്സിന് മൂത്തതാ. ഇത് കേൾക്കുന്നേ അവൻ ചോദിക്കും, അവൻ എന്നെക്കാട്ടി മൂത്തതാണോ? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എന്നാ ഞാൻ കേട്ടത് എന്ന് അവളിങ്ങനെ ഓപ്പണായിട്ട് പറയും. ഉടനെ അവളുടെ ബ്രദർ അവളുടെ അടുത്ത് പറയും, ഇതൊന്നും പറ്റത്തില്ല, നിന്നെക്കാട്ടി ഒരു ദിവസത്തിന് മൂത്തയാണെങ്കിൽ പോലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. എന്നാൽ ഇതൊക്കെ ആര് കേൾക്കാനാ? അവൾ അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. ആ സമയത്ത് അവളുടെ ഫ്രണ്ട് അവിടേക്ക് വരും. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൾക്ക് കിട്ടിയ ക്യാമറയില്ലേ അത് വെച്ചിട്ട് നമ്മളുടെ ഡുവാൻ അവൾക്ക് കൊടുത്ത ആ ചെയിനില്ലേ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന ആ ഫ്രണ്ട് പറയും, ഓഹോ ഇത് അവൻ തന്ന ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പം നമ്മുടെ സാക്ഷി അതെ എന്ന് പറയും. കൂട്ടത്തിൽ തന്നെ സാക്ഷി പറയും, എനിക്കെന്തോ ചെറിയൊരു ടെൻഷനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അവനെ കുറേ നാൾ വെയിറ്റ് ചെയ്യിപ്പിച്ച അവൻ എൻ്റെ കാര്യത്തിൽ ഗീവ് അപ്പ് ചെയ്യുമോ എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ആ ഫ്രണ്ട് പറയും, നീ ഇക്കാര്യത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് അവനെ കണ്ടെടുത്തോളം മനസ്സിലായത് അവൻ അങ്ങനെയുള്ളൊരാളല്ല എന്നാ. നിനക്ക് എന്നിട്ടും ഡൗട്ടാണ് എന്നുണ്ടെങ്കിൽ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട് അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാ. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കോഫിയൊക്കെ കുടിക്കുമായിരുന്നു. ആ സമയത്താണെങ്കിൽ നമ്മളുടെ ഡുവാൻ അവൾക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും, നാളെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാലോ എന്ന്. സാക്ഷിയാണെങ്കിൽ ഉടനെ എസ് പറയാൻ ഒരുങ്ങുന്നേ. അവളുടെ ഫ്രണ്ട് പറയും, നീ എന്തോ ഈ പറയാൻ പോകുന്നേ, അവനെ നിനക്ക് ടെസ്റ്റ് ചെയ്യണോ എന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല എന്ന് പറ. സത്യം പറയാൻ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ ഡുവാനങ്ങ് ഭയങ്കര സങ്കടമാവും. അവനാണെങ്കിൽ ചോദിക്കും, എന്നാൽ മറ്റന്നാൾ നമുക്ക് പോയാലോ? അപ്പോൾ അവളുടെ ഫ്രണ്ടാണെങ്കിൽ ഇത് കണ്ട ഉടനെ അവളുടെ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. എന്നിട്ട് പറയും, നീ പറഞ്ഞത് നിനക്ക് അവനെ ടെസ്റ്റ് ചെയ്യാനുണ്ട് എന്നല്ലേ, അപ്പോൾ നീ ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം. എന്നാൽ അവളുടെ കൂട്ടുകാരിമാരിൽ ഒരുത്തി പറയും, ഇങ്ങനെ അങ്ങ് ഭയങ്കര കടുംപിടുത്തം കാണിക്കാതെ നീ ഇപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവസാനം ട്രൈ ചെയ്യുന്നതേ നിർത്തിയാലോ, അപ്പോൾ നീ എന്തോ ചെയ്യുമെന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും അവളുടെ ഫ്രണ്ട് പറയുന്ന കണക്ക് തന്നെ പറ്റത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാനങ്ങ് ഒരുമാതിരിയാവും. അവനറിയത്തില്ല ഇപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചേ എന്ന്. വേഗം തന്നെ അവനാണെങ്കിൽ അവൻ്റെ അടുത്തിരിക്കുന്ന കൊളീഗ്സിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ മീനിങ് എന്തുമായിരിക്കും? അപ്പോൾ അവൻ്റെ കൊളീഗ്സ് പറയും, അത് നിൻ്റെ ബിഹേവിയറിനെ അനുസരിച്ചിരിക്കും, നീ എങ്ങനെയാണോ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നേ എന്ന്. തൊട്ട് പുറവേ തന്നെ നമ്മളുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, നമുക്ക് എന്നാ പിന്നെ ബുധനാഴ്ച പോയാലോ എന്ന്. ഇത് കാണുന്ന അവളുടെ ഫ്രണ്ട്സ് പറയും, അവൻ ഇത്രയും തവണ ചോദിച്ചല്ലേ, അതിൻ്റെ അർത്ഥം അവൻ ഈ പറഞ്ഞ ടെസ്റ്റ് പാസ്സായി എന്ന്. നീ ഇനി അവന് മെസ്സേജ് അയക്കും. ഉടനെ തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഓക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാന് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ ദിവസം വരുന്നതാണ്. നമ്മുടെ സാക്ഷിയാണെങ്കിൽ നല്ലതുപോലെ ഒരുങ്ങിയിട്ട് അവൻ്റെ കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങും. ആ സമയത്താണെങ്കിൽ നമ്മളുടെ ഡുവാന് പെട്ടെന്നൊരു അർജന്റ് ഡ്യൂട്ടി വന്നിട്ട് അവൻ വേഗം തന്നെ സാക്ഷിനെ വിളിച്ചിട്ട് പറയും, ഞാനിവിടെ ട്രാപ്പായി പോയി, നമുക്കിന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ല, നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പൊക്കോ, എനിക്കിന്ന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്ത് സോറിയൊക്കെ പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഡുവാൻ്റെ സിറ്റുവേഷൻ നല്ലതുപോലെ മനസ്സിലായിരുന്നു. അവൾ അതുകൊണ്ട് വേറെ പരാതിയൊന്നും പറയാൻ നിൽക്കത്തില്ല. അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇതേപോലെ ഒരു ദിവസം പ്ലാൻ തയ്യാറാക്കും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ അന്നും ഇതേപോലെ ഒരുങ്ങി റെഡിയായി ഇറങ്ങുന്നത് നമ്മളുടെ ഡുവാൻ അവളെ വിളിച്ചിട്ട് പറയാ, എന്നോട് ക്ഷമിക്കണം, നീ എനിക്കിന്നും വരാൻ പറ്റത്തില്ല, ഞാൻ ഇന്നും ട്രാപ്പായി പോയി എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്ക് അവൻ്റെ സിറ്റുവേഷൻ നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ അടുത്ത് വലിയ പരാതിയൊന്നും പറയാതെ അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വീണ്ടും ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരാണെങ്കിൽ എല്ലാ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നതും നമ്മളുടെ ഈ ഹോസ്റ്റലില്ലേ അവിടെ കയറുന്നതും അവളുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ സാക്ഷിനെ കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണെങ്കിൽ ഒരു ഷീറ്റും ചൂടി അവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് കാര്യം തിരക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഇന്നും എൻ്റെ ഡേറ്റ് ക്യാൻസലായി എന്ന്. ഇത് കാണുന്ന അവളുടെ ഫ്രണ്ട്സിന് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങും. അവർ പറയും, ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൻ നിന്നെ എങ്ങനെയാണ് പറഞ്ഞതുപോലെ തന്നെ
വീഴ്ത്താൻ നോക്കുന്നേ എന്ന് പറയും. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇപ്പോഴും നമ്മളുടെ ഡുവാൻ്റെ സൈഡിൽ നിന്നിട്ട് തന്നെ സംസാരിക്കുന്നത്. അവൾ പറയും അവൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിട്ടാ എന്ന്. ഇത് കാണുന്ന അവളുടെ ഫ്രണ്ട്സ് പറയും ഞങ്ങൾക്ക് എന്തോ ഇത് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല, നിനക്ക് ദേഷ്യം വരുന്നില്ലേ? പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി അവിടെ കയ്യിലെടുത്തിട്ട് തലേനെ എടുത്തിട്ട് അവിടെ നല്ല ഉറക്കനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡുവാനെയാണ്. അവനാണെങ്കിൽ ഇവൻ്റെ ജോലിയെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വേഗം തന്നെ നമ്മുടെ സാക്ഷിനെ കാണാം എന്നുള്ള രീതിയിൽ അവളെ വിളിക്കാനായിട്ട് ഒരുങ്ങും. ആ സമയത്ത് അവനൊരു ഫോൺ കോൾ വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് ഹോമിൽ നിന്നാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ ഫോൺ കോളിൽ തിരിച്ചു വിളിക്കും. അപ്പോൾ പറയും നിങ്ങൾ വേഗം തന്നെ ഈ ഹോസ്പിറ്റലിലോട്ട് എത്തണമെന്ന്. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ വേഗം തന്നെ ഹോസ്പിറ്റലിലെത്തി അവരടുത്ത് സംസാരിക്കും. അപ്പോൾ അവിടെ നിൽക്കുന്ന നേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്, അച്ഛൻ്റെ ലങ്സിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഉടനെ തന്നെ സർജറി വേണമെന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡുവാനാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങൾ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കും. അതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാൻ +2 ഒക്കെ കഴിഞ്ഞപ്പോൾ അവനവൻ്റെ ടീമിൽ ഫസ്റ്റ് വന്നു എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവൻ അച്ഛൻ വന്നിട്ട് നല്ലതുപോലെ ആഘോഷിക്കാമെന്നും പറഞ്ഞിട്ട് നിൽക്കാൻ നേരത്ത് അമ്മ പറയും ഞാൻ നിനക്ക് വേണ്ടി നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാം എന്ന്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛൻ അവിടേക്ക് കയറി വരും. അച്ഛൻ നല്ല ടെൻഷനിലായിരുന്നു. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ അച്ഛനടുത്ത് ചോദിക്കും എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ കാര്യം പറയാൻ തുടങ്ങും. അതായത് ഇവൻ്റെ അച്ഛനാണെങ്കിൽ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുമായിരുന്നു. കൂട്ടത്തിൽ ഒരാളിനെ വണ്ടി ഇടിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഡുവാൻ ചോദിക്കും അയാളുടെ അവസ്ഥ ഇപ്പോൾ എന്തുവാണ് എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ്റെ അച്ഛൻ പറയും അതെനിക്ക് അറിയത്തില്ല, പോലീസ് പിടിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഒരു സെക്കൻഡ് നിന്നില്ല, വേഗം തന്നെ ഇങ്ങ് പോരുവാ ചെയ്തേന്ന്. അപ്പോൾ നമ്മുടെ ഡുവാന് ഭയങ്കര ടെൻഷനാവും. അവൻ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് വിളിക്കാനിരുങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഇടിച്ച ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത്രയാവത്തില്ലേ എന്നും വെച്ചിട്ട് അവൻ ഫോൺ വിളിക്കാനായിട്ട് ഒരുങ്ങുന്നതും അവൻ്റെ അച്ഛനാണെങ്കിൽ വേഗം തന്നെ വന്ന് തടയും. എന്നിട്ട് പറയും മോനെ നീ ഇങ്ങനെ ചെയ്യല്ലേ, പോലീസിനെ വിവരം അറിയിക്കല്ലേ എന്ന്. എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ കോൾ ചെയ്യുന്നതും അവൻ്റെ അച്ഛനാണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് അങ്ങ് മുകളിൽ നിന്ന് താഴേക്ക് ചാടും. ഇവനത് കാണുന്നേ ഭയങ്കര ഷോക്കായി പോവും. അങ്ങനെ ഇവരുടെ ഈ സന്തോഷമായിട്ടുള്ള ഫാമിലി അവിടെ വെച്ച് തകർന്നു പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മേനെയാണ്. ഇവൻ്റെ അമ്മ ഇപ്പോൾ ഭയങ്കര വീക്കായിരുന്നു. അമ്മയ്ക്കും പെട്ടെന്ന് അസുഖം കൂടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവും. അങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്നത് നമ്മളുടെ ഡുവാൻ പറയും അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം എന്ന്. എന്നാൽ ഇവൻ്റെ അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കാൻ റെഡി ആയിരുന്നില്ല. അവർ പറയും നമുക്കിങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നാൽ പറ്റത്തില്ലല്ലോ, നമുക്ക് വേഗം തന്നെ ഡിസ്ചാർജ് ആയി പോകാം എന്ന്. എന്നാൽ നമ്മുടെ ഡുവാൻ അതിന് സമ്മതിക്കത്തില്ല. ഡുവാൻ പറയും ഞാനാണെങ്കിൽ എൻ്റെ +2ൻ്റെ പഠിത്തമൊക്കെ നിർത്തിയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന്. ഉടനെ അവൻ്റെ അമ്മ പറയും അതൊന്നും വേണ്ട, നീ നിൻ്റെ ജോലി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നീ എന്നെ കാണത്തില്ല, നീ എൻ്റെ അടുത്തേക്ക് വരെയും വേണ്ട, അതുകൊണ്ട് നീ നിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി വാങ്ങിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവരുടെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവൻ്റെ അമ്മയുടെ മണ്ടയിലാണെങ്കിൽ ഇപ്പോൾ ആ ജിയാങ്ങിൻ്റെ ഫാമിലിനെ നോക്കണം, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ ഡുവാൻ പറയും നമുക്കിപ്പോൾ തൽക്കാലത്തേക്കുള്ള പൈസ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന്. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ പ്രസൻറ്റ് മൊമെൻ്റ് ആണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാൻ ഇപ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അതേസമയം തന്നെ നമ്മുടെ സാക്ഷിനെ കാണിക്കും. അവളും ഇപ്പം നല്ല ടെൻഷനിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ റീസെൻ്റ് ആയിട്ട് ഒരു ഡേറ്റിന് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നതാ. എന്നാൽ നമ്മളുടെ ഡുവാനാണെങ്കിൽ ഇപ്പോഴും നല്ല ബിസിയല്ലേ. ഇവളാണെങ്കിൽ ഡുവാൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ഡുവാൻ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും. എന്നിട്ട് ചോദിക്കും നീ എവിടെയാ, നീ ഓക്കെ അല്ലേ എന്ന്. ഇത് കാണുന്ന നമ്മുടെ ഡുവാനാണെങ്കിൽ തൊട്ട് പുറവിനെ തന്നെ സാക്ഷിനെ വിളിക്കും. എന്നിട്ട് പറയും ഞാനിപ്പോൾ നിന്നെ കാണാൻ വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങുമായിരുന്നു, എന്നോട് നീ ക്ഷമിക്കണം, നമ്മൾ ഇത്രയും ദിവസം പ്ലാൻ ചെയ്ത ഡേറ്റ് ഒന്നും പോകാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഇത്രയും ദിവസം നല്ല ബിസി ആയിരുന്നു. പെട്ടെന്ന് തന്നെ സാക്ഷി ചോദിക്കും ഈ സമയത്താണോ നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്? അപ്പം നമ്മുടെ ഡുവാൻ പറയും നിന്റെ ഹോസ്റ്റൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും സമയമുണ്ടല്ലോ, ഇപ്പോൾ വരുന്നതിലേ എന്താ തെറ്റ് എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ടിരുങ്ങും. വേഗം തന്നെ അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും നീ അങ്ങനൊന്നും പറയരുത്, വേഗം തന്നെ റെഡിയായി അവൻ്റെ കൂടെ പോകുന്നു പറഞ്ഞിട്ട് ഇവളെ റെഡിയാക്കി നമ്മുടെ ഡുവാൻ്റെ കൂടെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന 2 പേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും നീ ഓക്കെ അല്ലേ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും ഇത്രയും ദിവസം ഞാൻ നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, പക്ഷേ നിന്നെ കണ്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവും. വേഗം തന്നെ അവളാണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ക്യാൻഡി ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് എന്നിട്ട് അവൾ ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ ഡുവാൻ വന്ന് അത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോഴെന്തുവാ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ കൊടുത്തിരിക്കുന്ന ബ്രേസ്ലെറ്റായി ഇട്ടേക്കുന്നത്. അവനത് കാണുന്നേ ഭയങ്കര ഷോക്കാകും.
നൽകും. വേഗം തന്നെ നമ്മളുടെ സാക്ഷിയാണെങ്കിൽ ഇവന് ക്യാൻഡി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് പറയും, സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉള്ളപ്പോൾ കുറച്ച് മധുരം കഴിച്ചാൽ മതി, അപ്പോൾ ടെൻഷനെല്ലാം വേഗം മാറുമെന്ന്. ഇത് കാണുന്നേ നമ്മൾ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, നീ ഈ ക്യാൻഡി ഇതിനു മുന്നേ വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഇല്ല, എന്ത് പറ്റി നീ അങ്ങനെ ചോദിക്കാൻ? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയാം, അപ്പോൾ ഞാനാണ് ആ ആദ്യത്തെ ആള്. അതിൻ്റെ അർത്ഥം എന്തുവാ? നീയാണെങ്കിൽ എൻ്റെ പ്രപ്പോസലിന് അക്സെപ്റ്റ് ചെയ്തു എന്നല്ലേ? ഇത് കേൾക്കുന്നേ സാക്ഷി പറയും, അതിന് ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞാൽ നീ എൻ്റെ മനസ്സിനെ ജയിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഷ്ടപ്പെട്ടേ പറ്റൂ. നീ ആൾക്കാരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കണോ എന്ന് പറയും. ഇത് കേൾക്കുന്നേ ഡുവാൻ പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിലും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതിനെക്കാട്ടി നല്ലതുപോലെ നിന്റെ മനസ്സ് ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും എന്ന് നമ്മൾ ഡുവാൻ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് ചോദിക്കും, നീ നാളെ ഫ്രീ ആണോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അല്ല, ഞാൻ കുറച്ച് തിരക്കാണ്. എനിക്കാണെങ്കിൽ കോളേജിൽ അലൂമിനീസ് എല്ലാവരും കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ പറയാമെന്ന കാര്യം കംപ്ലീറ്റ് ആക്കാൻ പോലും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. നമ്മുടെ സാക്ഷി അവളുടെ കോളേജിൽ വന്നിട്ട് അവളുടെ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ആ സമയത്താണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളുടെ ഡുവാൻ അവിടേക്ക് വരും. ഇവനെ കാണുന്നത് നമ്മുടെ സാക്ഷി ഭയങ്കര ഷോക്കായി പോകും. അവൾ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. ഇത് കാണുന്നേ അവളുടെ കൂടുന്ന കൂട്ടുകാരി ഉണ്ടല്ലോ, വേഗം തന്നെ ആ സീറ്റ് അങ്ങ് ചേഞ്ച് ആക്കും. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷിക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനീസ് എല്ലാവരും വരുന്ന ഒരു വർക്ക്ഷോപ്പ് പോലത്തെ സംഭവമല്ലേ, അതുകൊണ്ട് എനിക്കും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ല വന്ന്, നമ്മളിവിടെ ആക്സിഡൻ്റലി മീറ്റ് ചെയ്തതാണ് എന്ന് പറയും. ഇത് കാണുന്നേ സാക്ഷി പറയും, ആക്സിഡൻ്റലി കണ്ടയാണല്ലേ, നീ 2 വർഷം മുന്നേ അല്ലേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയത്, അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ നീ ഇപ്പോൾ ആക്സിഡൻ്റലി ക്ലാസ് ഇരിക്കാൻ വരുവാല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ കളിയാക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ഡുവാനാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കത്തില്ല. അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ അടുത്ത് തന്നെ സീറ്റിലിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളാണെങ്കിൽ വേഗം തന്നെ ഫോട്ടോ എടുത്തിട്ട് അവളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കും. പോരാത്തിന് ക്ലാസ് റൂം മൊത്തം ഇപ്പോൾ സാക്ഷിനെയും ഡുവാനെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും പറയും, നോക്കിയാണേ ആ സാക്ഷിയുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ എന്ത് രസവാ എന്ന്, എന്ത് ക്യൂട്ടാ എന്ന് അവരെല്ലാവരും സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ക്ലാസ് എടുക്കുന്നതാണ്. ഇവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കി അവസാനം നമ്മുടെ സാക്ഷി അങ്ങ് ഉറങ്ങിപ്പോവും. എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്തായിട്ട് ക്ലോസ് ആയിട്ട് വന്നിട്ട് അവൾക്ക് കിസ് കൊടുക്കുന്ന പോലെ അവളുടെ കവിളിലായിട്ട് ഒന്ന് തട്ടും. പെട്ടെന്ന് നമ്മുടെ സാക്ഷി ഭയങ്കര ഷോക്കായിപ്പോൾ അവളിങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കും. ആ സമയത്ത് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മുടെ സാക്ഷിയുടെ ബർത്ത്ഡേയുടെ ദിവസം. അന്ന് രാത്രിയാണെങ്കിൽ നമ്മളുടെ ഡുവാൻ കിടന്നുറങ്ങാൻ നേരത്ത് ഞാനുണ്ടല്ലോ, അവനാണെങ്കിൽ ഡുവാന് മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും, നീ ഒരു കാര്യം അറിഞ്ഞോ, എൻ്റെ അനിയത്തിക്കാണെങ്കിൽ ഒരുത്തന്നെ ഇഷ്ടമാണ് എന്നാ പറയുന്നത്. എനിക്കാണെങ്കിൽ അവളുടെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്, നീ അവളുടെ മേലൊരു കണ്ണ് വെച്ചേക്കണം എന്നും പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഷോക്കായിപ്പോൾ. അവനാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെൻ്റെ അടുത്ത് എങ്ങനെ പറയും നിന്റെ അനിയത്തി ഇഷ്ടപ്പെടുന്നയാള് ഈ ഞാൻ തന്നെയാണ് എന്ന്. അതുകൊണ്ട് അവൻ ഓക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഡുവാൻ അറിയാലോ, അതായത് സാക്ഷിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസന്റ് സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി ഡുവാൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇപ്പോൾ എന്തുവായി കാണിച്ചേ എന്ന്. അപ്പം നമ്മുടെ ഡുവാൻ പറയും, നമ്മളിപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണോ അതിനനുസരിച്ച് ഞാനും ബിഹേവ് ചെയ്തു എന്നേ ഉള്ളെന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഭയങ്കര നാണക്കേടായിരുന്നു. അവൾ പറയും, നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഞാനും നീയും തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് എന്ന് വെച്ചിട്ടാണോ? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, പിന്നെ നമ്മൾ രണ്ടുപേരുടെ ഈ ബന്ധത്തിനെ നീ ഏത് പേരിട്ടാ വിളിക്കുന്നേ എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിയുടെ കയ്യിൽ പറയാൻ വേണ്ടിയിട്ട് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. സാക്ഷിയാണെങ്കിൽ അവൻ ഇങ്ങനെ ക്ലോസ് അപ്പിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ ഡുവാനും അവളുടെ അടുത്തായിട്ട് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് സാക്ഷി പറയും, നീ എന്നെ ഇങ്ങനെ നോക്കരുത്, വേഗം തന്നെ ഇവിടെ നിന്ന് പൊക്കോ. എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. വേഗം തന്നെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, നീ എൻ്റെ അടുത്തേക്കൊന്ന് വന്നേ, എനിക്ക് നിൻ്റെ അടുത്തൊരു സീക്രട്ട് പറയാനുണ്ട്, അത് ഉറക്കെ പറയാൻ പറ്റത്തില്ല എന്ന്. വേഗം തന്നെ നമ്മളുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്തേക്കായിട്ട് വരും. സാക്ഷിയാണെങ്കിൽ വേറെ ഒന്നും നോക്കത്തില്ല, വേഗം തന്നെ അവൻ്റെ കവിളിനായിട്ടൊരു ഉമ്മയങ്ങ് കൊടുക്കും. ഇത് കാണുന്നതിന് നമ്മളുടെ ഡുവാൻ ഭയങ്കര ഷോക്കായിപ്പോൾ. അവൻ ചോദിക്കും, നീ ഇപ്പോൾ എന്തുവായി ചെയ്തേന്ന്. അപ്പോൾ നമ്മളുടെ സാക്ഷി പറയും, ഞാനിപ്പോൾ ഉമ്മ വന്നതിൻ്റെ അർത്ഥം ഞാൻ നിൻ്റെ റിലേഷൻഷിപ്പിൽ ഓക്കെ ആയി എന്ന് പറഞ്ഞൊന്നും അല്ല, ഞാനിത് ജസ്റ്റ് ഈ ഒരു മൊമെൻറ്റിനെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഓഹോ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ, നീ എൻ്റെ അഡ്വാൻറ്റേജ് എടുത്തു എന്നല്ലേ? ഇത് കാണുന്ന സാക്ഷി പറയും, ഇതിൻ്റെ മീനിങ് അങ്ങനെയൊന്നും അല്ല, ഞാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു മൊമെൻറ്റിനെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാ എന്ന്. എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. വേഗം തന്നെ നമ്മുടെ സാക്ഷി പറയും, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ അധികം ഫ്ലേർട്ട് ചെയ്യാനൊന്നും വരണ്ട, എനിക്ക് ചില നേരത്തെ ഇതൊന്നും ഇഷ്ടമല്ല, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയാം, അല്ലെങ്കിൽ അത് പറയണ്ടേ, അത് പറയാതിരുന്ന എങ്ങനെ ശരിയാവുന്നേ, ഞാനും അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ. പെട്ടെന്ന് നമ്മളുടെ സാക്ഷി അങ്ങ് സൈലൻ്റ് ആയി പോകും. അവളാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ
ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി ഫ്യൂച്ചറിൽ ഒരു വലിയ പ്രശ്നമാവാൻ പോവുമല്ലേ. അവളിങ്ങനെ മിണ്ടാതിരിക്കുന്നേ നമ്മളുടെ ഡുവാൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ സാക്ഷി അവൻ്റെ അടുത്ത് പറയും, വേഗം തന്നെ ഇവിടെ നിന്ന് പൊക്കോ, ഇനി ഒരു നിമിഷം ഇവിടെ ഇരിക്കരുത് എന്ന്. എന്നാൽ നമ്മളുടെ ഡുവാനാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നേ അവിടെയായിട്ട് ഒരു സീനിയർ ക്ലാസ് എടുക്കാൻ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡുവാൻ അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ സാക്ഷിക്ക് നല്ല സന്തോഷമുണ്ട്. അവളാണെങ്കിൽ അവനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ക്ലാസ് കഴിയുന്നതാണ്. അങ്ങനെ നമ്മുടെ ഡുവാനും സാക്ഷിയും കൂടി പുറത്തേക്ക് ഇറങ്ങി നടക്കാനായിട്ട് ഒരുങ്ങും. അവിടെ നമ്മുടെ ഡുവാൻ പറയും, സത്യം പറഞ്ഞാൽ ഈ കോളേജ് ലൈഫ് എന്ന് വെച്ചാൽ എന്ത് നല്ലതാ. സത്യത്തിൽ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഇതേപോലെ നടക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ സാക്ഷി പറയും, ഇപ്പം ഞാനുണ്ടല്ലോ, നമുക്ക് രണ്ടുപേർക്കും ഈ കോളേജ് മൊത്തം ഒന്ന് കറങ്ങി കാണാം. അങ്ങനെ അവരങ്ങനെ നടന്ന് അവസാനം ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്തായിട്ട് എത്തും. അവിടെ എത്തുന്നതും അവിടെയായിട്ട് നമ്മളുടെ മിന്നുണ്ടല്ലോ, അവനും അവൻ്റെ ടീമും ഫുട്ബോൾ കളിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നോക്കാൻ നേരത്ത് എന്തുവാ അവളുടെ ഫ്രണ്ട്സും അവിടെയുണ്ട്. അക്കൂട്ടത്തിൽ നമ്മളുടെ മിന്നിനാണെങ്കിൽ ഒരു ഇഞ്ചുറിയും പറ്റും. ഇത് കാണുന്നേ നമ്മളുടെ സാക്ഷിയുടെ കണ്ണാടിക്കാരി കൂട്ടുകാരിയില്ലേ, അവൾ ഓടി ചെന്നിട്ട് മിന്നിനെ സഹായിക്കാനായിട്ട് നോക്കും. മിന്നിന് നല്ല ഇഞ്ചുറി പറ്റിയായിരുന്നു. അപ്പോൾ ഇവരുടെ ടീമിന് ഇപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയറിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മുടെ ഡുവാൻ്റെ അടുത്താണെങ്കിൽ ചോദിക്കും, നീ ഗെയിം കളിക്കുമോ എന്ന്. നമ്മുടെ ഡുവാനാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അപ്പോഴും തന്നെ കയറി അങ്ങ് ഓക്കെ പറയും. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷി ചോദിക്കും, നിനക്ക് ഈ ഗെയിം കളിക്കാൻ അറിയാവോ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, പിന്നില്ലേ എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ നല്ലതുപോലെ ഗെയിം കളിക്കും. ഇത് കാണുന്ന എല്ലാവരും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും ഭയങ്കര ഷോക്കായി പോയായിരുന്നു. നമ്മുടെ സാക്ഷിയും ഡുവാന്റെ കാര്യത്തിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹോസ്റ്റലാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ 4 പേരും ഉണ്ട്. 4 പേരോട് ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. ഇവർക്കാണെങ്കിൽ ഇപ്പോൾ സമ്മർ ബ്രേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻ എന്തുവാ എന്ന്. അക്കൂട്ടത്തിൽ നമ്മുടെ സാക്ഷിയുടെ ഒരു കൂട്ടുകാരി പറയും, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോവുക എന്ന്. വേറൊരുത്തി പറയും, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവും. അവൾ ചോദിക്കും, അതെന്തായിരുന്നാലും നല്ല കാര്യമല്ലേ എന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ ആ ഫ്രണ്ടിനെ നല്ലതുപോലെ എൻകറേജ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ അവർ ചോദിക്കും, സാക്ഷി നിന്റെ പ്ലാൻ എന്തുവോ, നീ നിന്റെ വീട്ടിൽ പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഞാൻ ഇത്തവണ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ഞാൻ ഡുവാൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നത്, എനിക്ക് അക്കാര്യത്തിലൊരു ഡൗട്ടുണ്ട്. പോരാത്തിന് അവനും നല്ല ബിസി ആയിരിക്കത്തില്ലേ, അപ്പം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബോറടിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അവരുടെ കൂട്ടുകാരിമാർ തന്നെ അവൾക്ക് സജഷൻ കൊടുക്കും. അവർ പറയും, എങ്കിൽ പിന്നെ നീ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യും, അപ്പോൾ പിന്നെ നിനക്ക് നിന്റെ സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡുവാൻ്റെ കൂടെ നിനക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ സാക്ഷി വിചാരിക്കും, അത് നല്ലൊരു ഐഡിയ ആണല്ലേ എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ വേഗം തന്നെ അവളുടെ ബ്രദറായിട്ടുള്ള യാനിന് മെസ്സേജ് അയച്ചിട്ട് പറയും, ചേട്ടാ ഞാൻ ഇത്തവണ സമ്മർ ബ്രേക്കിന് അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുക എന്ന്. ഇത് വായിക്കുന്നേ നമ്മുടെ യാനിൻ്റെ മൈൻഡിൽ കൂടി പോകുന്ന എന്താണെന്നറിയാവോ, അതായത് അവളുടെ ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ അവിടെ നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ യാനാണെങ്കിൽ അവളുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കത്തില്ല കണ്ടിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സാക്ഷിയാണെങ്കിൽ അവനെ കോൾ ചെയ്യും, എന്നാൽ അവൻ കോളും എടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവന് മെസ്സേജ് അയച്ചിട്ട് പറയും, ചേട്ടാ എനിക്കറിയാം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് സമ്മർ ബ്രേക്കിന് വരാത്തതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല സംഭവം, എനിക്ക് എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ സമ്മർ ബ്രേക്ക് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുക എന്ന് വിചാരിച്ച്. നീ എന്തായിരുന്നാലും സമ്മതിച്ച് തന്നേ പറ്റത്തുള്ളൂ. നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അമ്മയുടെ ഇക്കാര്യം പറയുമെന്ന്. ഇവിടെയാണെങ്കിൽ നമ്മളുടെ യാൻ തിരിച്ചും റിപ്ലൈ കൊടുക്കും, എന്തൊക്കെയായിരുന്നാലും നീ സമ്മർ ബ്രേക്കിന് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി, വേറെ അവിടെ നിന്ന് ഒരു കാര്യം ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷി ഇപ്പോൾ ഡിറ്റർമൈൻഡ് ആയിട്ട് നിൽക്കുമല്ലേ. അവൾ പറയും പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷിയുടെ ഫ്രണ്ട്സ് 3 പേരില്ലേ, അവരാണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് നടക്കുന്നതും അതിനകത്തുള്ള ആ ഒരു കണ്ണാടിക്കാരി പെങ്കൊച്ചില്ലേ, അവളാണെങ്കിൽ വേഗം തന്നെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ദാ വരുന്നു എന്നും പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്നങ്ങ് ഓടിപ്പോവും. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിന്നില്ലേ, അവനാണെങ്കിൽ ഇപ്പോൾ അവിടെ ആയിട്ട് നിൽപ്പുണ്ട്. ഈ കണ്ണാടിക്കാരി പെണ്ണാണെങ്കിൽ ഒരു മരുന്ന് എടുത്തുകൊണ്ട് വന്ന് മിന്നിൻ്റെ കൊടുത്തിട്ട് പറയും, ഇത് നിന്റെ കാലിൻ്റെ ഫ്രാക്ചറിൽ ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ആ മുറിവൊക്കെ റെഡി ആവുക എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അക്കൂട്ടത്തിൽ നമ്മുടെ സാക്ഷിയുടെ ബാക്കി 2 ഫ്രണ്ട്സ് ഇല്ലേ, അവർ വന്നിട്ട് ഇവിടെ എന്തോ നടക്കുന്നതെന്ന് നോക്കും. അവർക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയ ഡൗട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കണ്ണാടിക്കാരി പെണ്ണാണെങ്കിൽ അങ്ങോട്ട് നടന്നു വരുന്നതും ഇവളുടെ ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കും, എന്തുവാ നിങ്ങൾക്കിടയിൽ സംഭവം, സത്യം പറ നിനക്ക് അവൻ്റെ അടുത്ത് എന്തോ ഫീലിങ്സ് ഇല്ലേ. അപ്പോൾ ആ കണ്ണാടിക്കാരി പറയും, എനിക്ക് കാര്യത്തിൽ ഡൗട്ടാണ്, ഞാൻ നല്ല കൺഫ്യൂസ്ഡ് ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലബ്ബിലാണെങ്കിൽ എല്ലാവരും പറയുന്നത് ഒരാളുടെ ഇൻ്റർവ്യൂ എടുക്കണമെന്നാ. എൻ്റെ മനസ്സിൽ
വന്നയാള് ഈ മിൻ തന്നെയാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് നല്ലതുപോലെ സപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് പറയും നീ അവൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ടൈം കിട്ടത്തില്ലേ. ഇത് കേൾക്കുന്ന ആ കണ്ണാടിക്കാരി പെണ്ണിന് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാനയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് സാക്ഷിക്ക് മെസ്സേജ് അയക്കാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് ചോദിക്കും നീ എവിടെയാ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും ഞാനാണെങ്കിൽ ഒരു പ്ലാനിങ്ങിലാണ്, ഞാനൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങുമായിരുന്നു. അവൻ ചോദിക്കും നിന്റെ പ്ലാൻ എന്താന്ന് പറ, എനിക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെന്ന് പറയും. ഇത് കേൾക്കുന്നതും തൊട്ടുപുറവിനായിട്ട് തന്നെ അവൻ്റെ അടുത്ത് ആരോ വന്ന് നിൽക്കുന്നതായിട്ട് അവന് തോന്നും. തിരിഞ്ഞു നോക്കുമ്പോൾ ആരാ, നമ്മുടെ സാക്ഷി തന്നെയാണ്. അവളാണെങ്കിൽ അവന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഡുവാൻ്റെ ബർത്ത്ഡേയാ. സത്യം പറഞ്ഞാൽ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ബർത്ത്ഡേ വിഷ് പറയുമ്പോഴാണ് നമ്മളുടെ ഡുവാൻ പോലും ഓർക്കുന്നത് അവൻ്റെ ബർത്ത്ഡേയാ എന്ന്. അവൻ പറയും സത്യം പറയാലോ ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ കാര്യം മറന്നേ പോയി. ഉടനെ നമ്മളുടെ സാക്ഷിയാണെങ്കിൽ അവനെ കളിയാക്കിയിട്ട് പറയും അല്ലേലും അത് അങ്ങനെയാ, പ്രായമായവർക്ക് അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അത്ര ഇഷ്ടമൊന്നും അല്ല എന്ന്. ഇത് കേൾക്കുന്നേ ഡുവാൻ പറയാം നീ ആൾ കൊള്ളാലോ, നീ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ എന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ റെഡി ആവത്തില്ല. ഉടനെ നമ്മളുടെ ഡുവാൻ പറയും എനിക്ക് 27 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും അയ്യോ 27ാമത്തെ വയസ്സില, ആ സമയമാകുമ്പോൾ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ പോലും കംപ്ലീറ്റ് ആക്കി കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും ഓഹോ അപ്പോൾ നീ എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണ് എന്നർത്ഥം. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി അങ്ങ് ഭയങ്കരമായിട്ട് ചമ്മിപ്പോവും. ഉടനെ അവൾ പറയും നിനക്ക് നാണോ എന്ന് പറയുന്നൊരു സാധനം ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പിന്നീട് കാണിക്കുന്ന രണ്ടുപേരും കൂടി കാറിലിരുന്ന് പോകുന്നതാണ്. അവിടെ നമ്മുടെ സാക്ഷി ഡുവാൻ്റെ അടുത്ത് ചോദിക്കും നിന്നെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്തോ എന്ന്. അപ്പോൾ നമ്മൾ ഡുവാൻ പറയും ഇല്ല, എൻ്റെ ബർത്ത്ഡേ വേറെ ആർക്കും ഓർമ്മയില്ല, അതുകൊണ്ട് എന്നെ ആരും വിഷ് ചെയ്തില്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സാക്ഷിക്ക് അങ്ങ് ഭയങ്കര വിഷമം തോന്നും. അവൾ ഉടനെ തന്നെ യാനിന് മെസ്സേജ് അയച്ചിട്ട് പറയും ഇന്ന് ഡുവാൻ്റെ ബർത്ത്ഡേ ആണ്, നീ വേഗം തന്നെ അവനെ വിഷ് ചെയ്യണം എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യാനാണെങ്കിൽ ഡുവാനെ വിളിക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് ബർത്ത്ഡേ വിഷൊക്കെ കൊടുക്കും. കൂട്ടത്തിൽ തന്നെ അവൻ പറയും ഞാൻ നിനക്ക് ഗിഫ്റ്റ് വാങ്ങി തരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ എനിക്കിപ്പോൾ പറ്റത്തില്ല, അതുകൊണ്ട് എന്താ ഞാൻ സാക്ഷിയുടെ പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് തന്നു വിട്ടിട്ടുണ്ട്, സാക്ഷി തരുന്ന ഏത് ഗിഫ്റ്റ് ആയിരുന്നാലും അതെൻ്റെ വകയാ എന്ന് പറയും. ഇത് കേൾക്കുന്നത് സാക്ഷിക്ക് അങ്ങ് ദേഷ്യം വരും. കൂട്ടത്തിൽ തന്നെ ഈ യാനാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും അല്ല നീ ആണെങ്കിൽ ആ സാക്ഷിയുടെ ബോയ് ഫ്രണ്ടിനെ കണ്ടായിരുന്നോ എന്ന്. അപ്പം നമ്മുടെ ഡുവാൻ പറയും എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാൻ കണ്ടു കാണും, എനിക്കത്ര ഓർമ്മയില്ല എന്ന് പറയും. അപ്പോൾ യാനാണെങ്കിൽ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നമ്മളുടെ സാക്ഷിക്ക് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ ഇടയിൽ വെച്ചിട്ട് ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ യാൻ ചോദിക്കും അവിടെ ആരുടെ സൗണ്ടാ, സാക്ഷിയുടെ സൗണ്ടാണോ, അവൾ നിന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഡുവാൻ ഉണ്ടെന്ന് പറയും. പെട്ടെന്ന് തന്നെ സാക്ഷിയാണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് പറയും നീ എന്തുവായി സംസാരിക്കുന്നേ, നീ എന്തുവാ പറഞ്ഞേ, ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് നീ വാങ്ങിച്ചാണെന്നോ, അതൊന്നും പറ്റത്തില്ല, ഇത് ഞാൻ തന്നെ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റാന്ന് അവൾ അവൻ്റെ അടുത്ത് പറയും. അങ്ങനെ ഇവർ കോൾ അങ്ങ് കട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ ഡുവാനാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന നമ്മുടെ സാക്ഷിയുടെ ബോയ് ഫ്രണ്ട് അവൻ തന്നെയാണല്ലോ. അപ്പോൾ നമ്മളുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ കളിയാക്കി ചോദിക്കും നീ പറയുന്ന നിന്റെ ബോയ് ഫ്രണ്ട് ആരാ, എന്താ അവൻ ഞാനാണോ, എൻ്റെ അണക്കാണോ ഇരിക്കുന്നത്, എൻ്റെ ലുക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. ഇത് കേൾക്കുന്ന സാക്ഷി പറയും ഇത് തമാശിക്കാനുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ അവൾക്ക് കുറേ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കും. അതായത് നമ്മുടെ കാര്യം നീ എങ്ങനെയാണ് യാനിൻ്റെ അടുത്ത് പറയേണ്ടത് എന്ന്. അപ്പോൾ നമ്മളുടെ സാക്ഷി പറയും അതിന് ഇനിയും സമയമുണ്ടല്ലോ, എന്തിനാ ഇപ്പോഴേ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്, യാനിൻ്റെ അടുത്ത് ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇക്കാര്യം സമ്മതിച്ചു തരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും അങ്ങനെയല്ല, നമ്മൾ എന്തായിരുന്നാലും ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ പറയും ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യൂ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും ഞാൻ നിന്റെ മനസ്സ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇനിയും പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമ്മുടെ ഡുവാൻ ചോദിക്കും സത്യം പറ നിനക്ക് എൻ്റെ അടുത്തൊരു ഇത്തിരി പോലും സ്നേഹമില്ലേ. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും എനിക്ക് കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇത് കേൾക്കുന്നത് നമ്മളുടെ ഡുവാനാണെങ്കിൽ വലിയ മൈൻഡ് ആക്കാൻ നിൽക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വരുന്നേ. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ തയ്യാറെടുപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിലോട്ട് കയറുന്ന അവിടെ നിൽക്കുന്ന സ്റ്റാഫ് എല്ലാവരും നമ്മളെ ഡുവാനെ ബർത്ത്ഡേ വിഷ് ചെയ്യും. ഇത് കാണുന്ന ഡുവാനങ്ങ് ഭയങ്കര ഓക്വേർഡ് ആവും. അവൻ പറയും ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകുവാന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് ഒരുങ്ങും. എന്നാൽ നമ്മുടെ സാക്ഷി അവനെ വിടാൻ റെഡി ആയിരുന്നില്ല. അവൾ അവൻ്റെ കൈയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയും ഇതാണ് നിനക്കുള്ള ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അവൾ അകത്ത് പോയിട്ട് പറയും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ ഉണ്ട്, നീ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോവും. എന്നിട്ട് അവളാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിലെ ഷെഫിനെ എല്ലാം പറഞ്ഞു വിട്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ അവൾ അവൻ്റെ കൈ വെച്ചിട്ട് ഇവന് വേണ്ടിയിട്ട് എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുക. അവളാണെങ്കിൽ അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് റെസിപ്പിയെ എഴുതി വാങ്ങിയിട്ടുണ്ട്. അവൾ അങ്ങനെ അത് വെച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങും. നമ്മുടെ ഡുവാനാണെങ്കിൽ ഇവളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ഒളിച്ചു വന്ന് നോക്കും. എന്നിട്ട് അവളുടെ വീഡിയോ ഒക്കെ എടുത്തു വെക്കും. എന്നിട്ട് അവൻ നൈസിന് ഇവളുടെ പുറകിലായിട്ട് വരും. എന്നിട്ട് ചോദിക്കും ഓ
അപ്പോൾ ഇതാണല്ലേ എനിക്ക് വേണ്ടിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ്. സത്യം പറഞ്ഞ് ഇത് കാണുന്നത് നമ്മുടെ സാക്ഷിയാണ് ഭയങ്കര നാണം കെട്ടുപോയായിരുന്നു. അവൾ പറയും നീ ഇവിടെ നിൽക്കരുത്, നീ ഇവിടെ നിന്ന് പോ, ഞാൻ നിനക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് എന്നല്ലേ പറഞ്ഞ്. അപ്പം ഞാൻ ആ ഗിഫ്റ്റ് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവൾ നമ്മളെ ഡുവാനെ അങ്ങ് പറഞ്ഞു വിടും. സാക്ഷിക്ക് സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യാനൊന്നും അത്ര അറിയത്തില്ല, എന്നാലും അവൾ അവളുടെ മാക്സിമം ട്രൈ ചെയ്യും. അവസാനം അവൾ എങ്ങനെയെങ്കിലും അവൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ആ ഗിഫ്റ്റ് ഇല്ലേ അത് പ്രിപ്പയർ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മൾ ഡുവാന് കൊണ്ടുവന്ന് കൊടുക്കും. ഡുവാനാണെങ്കിൽ ആ ഫുഡ് കഴിക്കും. എന്നിട്ട് അവനാണെങ്കിൽ അവളെ നല്ലതുപോലെ പൊക്കി പറയും. ഈ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഡുവാൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതായത് ഇവളുണ്ടാക്കിയ ഫുഡ് എത്ര സൂപ്പറായെന്ന്. എന്നാലും നമ്മൾ ഡുവാനാണെങ്കിൽ ആ ഫുഡിനെ നല്ല ആസ്വദിച്ച് കഴിക്കും. ഇത് കാണുന്നത് നമ്മുടെ സാക്ഷിക്ക് നല്ല ഡൗട്ടുണ്ട്. അവൾ ചോദിക്കും ഞാനുണ്ടാക്കിയ ഫുഡ് ഇത്രയ്ക്കും നല്ലതായിരുന്നു, എങ്കിൽ പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് ഡുവാൻ പറയും ഇത് നീ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫുഡല്ലേ, അത് ഞാൻ ഫുള്ള് കഴിച്ചോളാം, നീ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കും. എന്നിട്ട് നമ്മുടെ സാക്ഷിയാണെങ്കിൽ 3 ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് അവൻ്റെ അടുത്ത് പറയും നീ നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള 3 വിഷസ് വിചാരിക്കണം എന്ന്. അപ്പോൾ നമ്മൾ ഡുവാൻ പറയും 3 വിഷൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 നടന്നില്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഒരു വിഷ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വിഷ് മനസ്സിൽ വിചാരിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷിക്കും നീ മനസ്സിൽ വിചാരിച്ച വിഷ് എന്തുവാ? അപ്പോൾ അവൻ പറയും ആ വിഷ് എന്തുവാന്ന് നിനക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം, ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താണെന്ന് നിനക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ നമ്മുടെ സാക്ഷിക്ക് കാര്യം എന്തുവാന്ന് പിടികിട്ടും. അവള് പറയും എനിക്ക് മനസ്സിലായി നീ എന്ത് വിഷയമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്, എൻ്റെ എന്തായിരുന്നാലും ആൻസർ യെസ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ മനസ്സിലുള്ള കാര്യം ഓപ്പണായിട്ട് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ അവളുടെ അടുത്ത് എടുത്തു ചോദിക്കും എന്താ നീ ഒന്നുകൂടി എൻ്റെ അടുത്ത് പറയൂ? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും അതെ എനിക്ക് നിൻ്റെ കൂടെ റിലേഷൻഷിപ്പിലാവാൻ എസ് ആണ് എന്ന്. അപ്പോൾ നമ്മൾ ഡുവാൻ ചോദിക്കും അപ്പോൾ ഇനി മുതൽ നമ്മൾ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആണല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതേപോലെ ആരെയും സ്നേഹിച്ചിട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പാണ്, നീ എന്നെ അതുകൊണ്ട് ഇട്ടിട്ട് പോവരുത് എന്ന് നമ്മുടെ ഡുവാൻ അവളുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ അവൾക്കൊരു കിസ്സും കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. സാക്ഷിയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിൻ്റെ ഓരോ ബർത്ത്ഡേയും എല്ലാ വർഷവും കൂടെ തന്നെ നിന്ന് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യും. പിന്നീട് കാണിക്കുന്ന 2 പേരൂടി ബീച്ചിന്റെ സൈഡിലായിട്ട് വന്നിരിക്കുന്നയാ. നമ്മുടെ ഡുവാനാണെങ്കിൽ ഇപ്പൊ നല്ല സന്തോഷത്തിലായിരുന്നു. അവനാണെങ്കിൽ സാക്ഷി എടുത്ത് പറയും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നീ എൻ്റെ അടുത്ത് ഇത്ര പെട്ടെന്ന് എസ് പറയൂ എന്ന്. അപ്പൊ നമ്മുടെ സാക്ഷി പറയും ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും എനിക്കാണെങ്കിൽ നിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡുവാൻ അവൻ്റെ ഫാമിലിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അവൻ പറയും എൻ്റെ അമ്മ മരിച്ചു പോയതാ, എനിക്കൊരു അച്ഛനുണ്ട്, അച്ഛനാണെങ്കിൽ കോമയിലാണ്, അച്ഛനൊരാളെ ആക്സിഡൻ്റ് ആക്കിയതിന് ശേഷമാണ് കോമയിലായത്, അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി കുറച്ച് കോംപ്ലിക്കേറ്റഡാ, പോരാത്തന്നെ എൻ്റെ കയ്യിൽ വീടും ഇല്ല, എന്നാൽ എൻ്റെ കയ്യിൽ കാറും അതേപോലെ തന്നെ കുറച്ച് സേവിങ്സും ഉണ്ട്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സാക്ഷി പറയും നീ ഇതിനൊക്കെ സോറി എൻ്റെ അടുത്ത് പറയേണ്ട ഒരാവശ്യവും ഇല്ല, നമുക്കിതെല്ലാം നേരെയാക്കി എടുക്കാം എന്ന് അവൾ പറയും. ഇത് കേൾക്കുന്നേ നമ്മൾ ഡുവാനും നല്ല സന്തോഷമാവും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാൻ സാക്ഷിക്ക് വേണ്ടിയിട്ട് അവളുടെ കോളേജിൽ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. സാക്ഷി എടുത്ത് വന്നിട്ട് പറയും നമുക്ക് ഒരു ഡേറ്റിന് പോയാലോ ഗേൾ ഫ്രണ്ട്? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും ഇല്ല എനിക്ക് ലൈബ്രറിയിൽ പോയി പഠിക്കാനുണ്ട്, ഞാനതുകൊണ്ട് ലൈബ്രറി പോകാൻ പോവുക. പെട്ടെന്ന് തന്നെ നമ്മൾ ഡുവാനാണെങ്കിൽ അവിടെ ഒന്ന് നോക്കിയിട്ട് പറയും നീ കണ്ടില്ലേ ഈ ക്യാമ്പസ് മൊത്തത്തിൽ പവർ കട്ടാണ്, അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് ഒരു കാര്യവും ഇല്ല, അതുകൊണ്ട് എന്താ നമുക്ക് രണ്ടുപേർക്കും എൻ്റെ വീട്ടിൽ പോവാം, എന്നിട്ട് നീ അവിടെ വന്നിരുന്ന് പഠിച്ചോ. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ കൊണ്ട് അവൻ്റെ വീട്ടിലായിട്ട് വരും. എന്നിട്ട് അവക്കാണെങ്കിൽ വന്ന് കയറുന്നതും ആ സിൽപ്പറൊക്കെ ഇല്ലേ അതൊക്കെ എടുത്തു കൊടുക്കും. എന്നിട്ടാണെങ്കിൽ അവളുടെ അടുത്ത് പറയും നീ എൻ്റെ റൂമിൽ പോയിരുന്ന് പഠിച്ചോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും റൂമിലിരുന്ന് പഠിക്കാനോ, ഞാൻ ഈ ഹാളിലിരുന്ന് പഠിച്ചോളാം. അപ്പോൾ ഡുവാൻ പറയും ഞാനാണെങ്കിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിനക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ട് തന്നെ നീ എൻ്റെ റൂമിലിരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് സാക്ഷിനെ പിടിച്ചോണ്ട് അവൻ്റെ റൂമിലായിട്ട് കൊണ്ടാക്കും. എന്നിട്ട് പറയും നീ ഇവിടെ ഇരുന്ന് പഠിച്ചോ. അപ്പം നമ്മുടെ സാക്ഷി ചോദിക്കും ഞാൻ ഇവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് നീ എന്തോ എടുക്കും, നിനക്ക് ബോറടിക്കത്തില്ലേ? അപ്പം നമ്മുടെ ഡുവാൻ പറയും അങ്ങനെയൊന്നുമില്ല, ഞാനാണെങ്കിൽ ഈ കട്ടിലിരുന്നിട്ട് നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നോളാം. അപ്പം നമ്മുടെ സാക്ഷിക്ക് അങ്ങ് ഒരുമാതിരിയാവും. അവളാണെങ്കിൽ നമ്മുടെ ഡുവാൻ്റെ അടുത്തായിട്ട് ക്ലോസ് ആയിട്ട് വന്നിട്ട് പറയും അവളുടെ മുഖം 2 സൈഡും കാണിച്ചു കൊടുത്തിട്ട് ഇപ്പം നീ എൻ്റെ മുഖം കണ്ടില്ലേ, ഇനിയിപ്പോൾ നീ ഇവിടെ നിന്ന് പൊക്കോ, ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനും പറ്റത്തില്ല, നീ ഇവിടെ ഇരിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സാക്ഷി അവനെ പറഞ്ഞു വിടാനായിട്ട് നോക്കും. എന്നാൽ നമ്മുടെ ഡുവാൻ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവനാണെങ്കിൽ അവളെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറയും നീ എന്തുവായി പറയുന്നേ, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് ടൈം കൂടി സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര റൊമാൻറ്റിക് ആവാനായിട്ട് ഇറങ്ങും. പെട്ടെന്ന് സാക്ഷി പറയും അതൊന്നും ഇപ്പം നടക്കത്തില്ല എന്ന് പറയും.
പറഞ്ഞ് അവനെ പിടിച്ചങ്ങ് മാറ്റും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, നീയാണ് ഏറ്റവും ക്രൂരയായിട്ടുള്ള ഗേൾ ഫ്രണ്ട്, ഇങ്ങനെയാണോ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിനെ പഠിക്കുന്ന സ്ഥലത്തിരുത്തിയിട്ട് അവിടെ നിന്ന് പോകാനായിട്ടിരുങ്ങും. എന്നിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കും. സാക്ഷി എടുത്ത് അവൻ ചോദിക്കും, നിനക്ക് ഏത് തരം ഫുഡ് വേണോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, നീ നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന എന്ത് ഫുഡായിരുന്നാലും അതെനിക്കിഷ്ടമായിരിക്കും, ഞാനത് കഴിച്ചോളാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാന് നല്ല സന്തോഷമാവും. പിന്നീട് കാണിക്കുന്ന ഉച്ച സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷീനെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഇരുന്ന് ലഞ്ച് കഴിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഡുവാൻ ഉണ്ടാക്കിയ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവളാണെങ്കിൽ അവൻ്റെ ഫുഡിനെ കുറേ പൊക്കി പറയും. ഇത് കേൾക്കുന്നേ ഡുവാൻ പറയും, എൻ്റെ ലൈഫിൽ എന്നെ ആദ്യത്തെ ആളാണ് കേട്ടോ നീ, അതായത് ഞാൻ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് ഇത്രയും നല്ല രീതിയിൽ പൊക്കി പറയുകയും അതുമല്ല നീ തന്നെ ആദ്യത്തെ ആൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഇത്ര നല്ലതായിട്ട് ടേസ്റ്റ് ചെയ്തത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് ഇവർ ഫുഡൊക്കെ കഴിച്ച് കഴിയുന്നേ നമ്മുടെ സാക്ഷിയാണെങ്കിൽ പാത്രമെല്ലാം എടുത്തുകൊണ്ടൊന്ന് കഴുകാനായിട്ട് ഒരുങ്ങും. അവളിങ്ങനെ കഴുകാനായിട്ട് വരുന്നതും ഡുവാൻ വന്നിട്ട് ചോദിക്കും, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ ഇക്കാര്യമൊക്കെ ചെയ്യണോ എന്ന്, നീ എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഫ്യൂച്ചറിലായിരുന്നാൽ കൂടി നീ എല്ലാ ജോലിയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇക്കാര്യത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡുവാന് ഭയങ്കര സന്തോഷമാവും. അതായത് സാക്ഷി ഇപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവക്കാണെങ്കിൽ ഏപ്രൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും, നീ എങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് അടുത്ത പ്ലാൻ എന്തുവാ, റെസ്റ്റ് എടുക്കാൻ പോവുകയാണോ അതോ എൻ്റെ കൂടെ ലിവിങ് ഹാളിൽ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറയാമെന്നോ? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, എനിക്കിനി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ബാക്കി കിടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ റിവിഷൻ ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ നിൻ്റെ റൂമിലിരുന്ന് പഠിച്ചോളാം എന്ന് പറയും. ഇത് കേൾക്കുന്നേണ്ട് പോകാൻ പറയും, നീ എന്ത് ഹാർഡ് വർക്കിങ്, എന്തായിരുന്നാലും നിൻ്റെ ഹാർഡ് വർക്കിനുള്ള ബെനിഫിറ്റ് നിനക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പറഞ്ഞു വിടും. ഇവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ മാക്സിമം പഠിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ പെട്ടെന്ന് അവൾക്ക് നല്ലതുപോലെ ഉറക്കം വരും. അവൾക്കാണെങ്കിൽ ആ ഉറക്കം കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതുകൊണ്ട് ഉറക്കം വന്നുകൊണ്ടിരിക്കുക. അവസാനം അവളാണെങ്കിൽ നമ്മുടെ ഡുവാൻ്റെ കട്ടിലായിട്ട് ചെറുതായിട്ടൊന്നും കിടന്നിട്ട് ചെറിയൊരു നാപ്പ് എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ അവൾ ചെറുതായിട്ട് ഉറങ്ങുന്നതും കതക് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ ഡുവാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് നോക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറി വരാൻ ഒരുങ്ങുന്നേ നമ്മുടെ സാക്ഷി പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റിട്ട് അവൻ്റെ കട്ടിലിൻ്റെ കീഴിലായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. നമ്മുടെ ഡുവാനാണെങ്കിൽ അത് ശ്രദ്ധിക്കും. അവനാണെങ്കിൽ സാക്ഷിയുടെ പുറകെ വന്ന് എന്നിട്ട് ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്, ഇങ്ങനെയാണോ നീ പഠിക്കുന്നത്? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അതെ അതെ, എനിക്ക് നല്ലതുപോലെ ഉറക്കം വന്നപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ പഠിച്ചത്, അപ്പോൾ പിന്നെ ഉറക്കം വരത്തില്ല, നല്ല എക്സൈറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനാണെങ്കിൽ വേഗം തന്നെ സാക്ഷിനെ എടുത്ത് ആ കട്ടിലായിട്ട് കിടത്തിയിട്ട് അവൻ അവളുടെ മണ്ടയിൽ കയറി കിടന്ന് അവളുമായിട്ട് നല്ല ക്ലോസ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് മതിയോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിയുടെ ഹേർട്ട് ബീറ്റ് നല്ലതുപോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾ നല്ല നെർവസ് ആയിരുന്നു, അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ സാക്ഷി പെട്ടെന്ന് പറയും, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവനെ അങ്ങ് തട്ടി മാറ്റും. എന്നിട്ട് പറയും, ഇനി മേലെ എൻ്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്നും വരരുത്, ഞാൻ ഭയങ്കര നെർവസ് ആയി പോകും, എനിക്കാണെങ്കിൽ എൻ്റെ ടെൻഷൻ സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന അങ്ങ് ചിരി വരും. അവൻ പറയും, ഞാൻ ഇത്ര ക്ലോസ് ആയെന്ന് വെച്ചിട്ട് എന്താ ഇപ്പോൾ പ്രശ്നം, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തല്ലേ ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, നിനക്ക് ഇത്രയും ഉറക്കം വരുന്നെന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഇത്രയും ഹാർഡ് വർക്കായിട്ട് ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്, ഇത്തിരി ഒരു നാപ്പ് എടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ തെറ്റ്? അപ്പം നമ്മുടെ സാക്ഷി പറയും, നീ എന്നെ കുറച്ച് മുന്നേ അല്ലേ ഭയങ്കര കാര്യമായിട്ട് പൊക്കി പറഞ്ഞ് ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിങ്ങാ എന്നൊക്കെ, അപ്പോൾ നീ വന്ന് കയറുമ്പോൾ ഞാനിവിടെ ഉറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അതെനിക്കല്ലേ നാണക്കേട്, അതുകൊണ്ടാണ് ഞാൻ വേഗം നിന്നെ ചാടി എണീറ്റേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, എന്നും പറഞ്ഞിട്ട് എൻ്റെ കട്ടിലിൻ്റെ കീഴിലാണോ കയറിയിരിക്കുന്നത്, നീ ഇപ്പോൾ കുറച്ച് നേരം നാപ്പ് എടുത്ത് നല്ലതുപോലെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുക, അപ്പോൾ നിനക്ക് പഠിക്കാനുള്ള ആ ഒരു മൂഡും തിരിച്ചു വരും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ അവളെ കിടത്തിയിട്ട് അവൾക്ക് ഷീറ്റൊക്കെ ചൂടി കൊടുക്കും. നമ്മളുടെ സാക്ഷി പറയും, ഓക്കെ എന്നാൽ ഞാൻ ചെറിയൊരു നാപ്പ് എടുക്കാമെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ കിടക്കാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഡുവാൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നേ സാക്ഷി അവൻ്റെ കയ്യിൽ കയറി പിടിക്കും. എന്നിട്ട് പറയും, എൻ്റെ അടുത്ത് ഇനി ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇത്ര പെട്ടെന്നൊന്നും ആവല്ലേ, എനിക്ക് നല്ല നെർവസ് ആവുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി സമയമാണ്. ഇവർ രണ്ടുപേരും ക്യാമ്പസിലോട്ട് തിരിച്ചു വരുക. അങ്ങനെ ഇവർ വരുന്നതും നമ്മളുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ യാത്രയാക്കിയിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ കയ്യിലായിട്ടൊരു ക്യാൻഡി എടുത്ത് വെച്ചു കൊടുക്കും. ഈ ക്യാൻഡി കൊടുത്തിട്ട് അവൾ കൈയെടുക്കാൻ ഒരുങ്ങുന്നേയും നമ്മുടെ ഡുവാൻ അവളുടെ കൈ പിടിക്കും.
വിളിക്കും. എന്നിട്ട് ചോദിക്കും ഞാൻ നിന്റെ കൈ പിടിച്ചോട്ടെ എന്ന്. അപ്പം നമ്മുടെ സാക്ഷി ചോദിക്കും ആരെങ്കിലും കൈ പിടിക്കുന്നതിന് മുന്നായിട്ട് കയ്യിൽ പിടിച്ചോട്ടെ എന്ന് അനുവാദം ചോദിക്കാറുണ്ടോ? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും ഞാൻ നേരത്തെ നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്നെ കിസ് ചെയ്തില്ലേ, അപ്പോൾ നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചത്. അപ്പോൾ നമ്മളുടെ സാക്ഷി പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയല്ല ചെയ്തത്, സത്യം പറഞ്ഞാൽ ഞാൻ നല്ല നെർവസ് ആയിപ്പോയി, ഞാൻ നെർവസ് ആയി എന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞതാ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാന് നല്ല സന്തോഷമാവും. അവൻ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല സന്തോഷമേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുക, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാന് നല്ല സന്തോഷമാവും. അവനാണെങ്കിൽ പറയും എനിക്ക് നിന്നെ നീ എന്നെ എത്രയാണോ ഇഷ്ടപ്പെടുന്നത് അത്രയും ഇഷ്ടമാണ്, നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ട് നടക്കാനായിട്ട് ഒരുങ്ങും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആ തടിയനില്ലേ അവന് മെസ്സേജ് അയച്ചിട്ട് അവനെ കോൾ ചെയ്യുന്നതാ. എന്നിട്ടാണെങ്കിൽ അവൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കും. അപ്പോൾ ആ തടിയൻ പറയും ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച ഈഹെ സിറ്റിയിലോട്ട് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യുക എന്ന്. സത്യം പറഞ്ഞാൽ ഡുവാൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കുന്നേ ആ തടിയനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും നിൻ്റെ സംസാരത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, എന്താ നീ നേരത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പെങ്കൊച്ച് നിൻ്റെ അടുത്ത് എസ് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഡുവാൻ അതെ എന്ന് പറയും. ഇത് കേൾക്കുന്നേ ആ തടിയന് നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മളുടെ ഡുവാൻ്റെ അടുത്ത് അവൻ പറയും ഇതിനുള്ള ക്രെഡിറ്റ് എനിക്കല്ലേ, എൻ്റെ അടുത്ത് നീ എപ്പോഴാണ് താങ്ക് യു പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡുവാൻ ഉടനെ തന്നെ അവൻ്റെ അടുത്ത് താങ്ക് യു പറയും. തൊട്ടുപുറവേ തന്നെ ഈ തടിയൻ എന്ത് ചെയ്യുമെന്നറിയാവോ, ഇവരുടെ സ്കൂളിലെ ഗ്രൂപ്പിലായിട്ട് അതങ്ങ് എടുത്തിടും. എന്നിട്ട് പറയും നമ്മുടെ ഡുവാന് ഇപ്പോൾ ഒരു റിലേഷൻ സെറ്റായി എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ഡുവാൻ നല്ല ടെൻഷനിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാനും ഒക്കെ അതിനകത്തുള്ളതല്ലേ. അപ്പോൾ നമ്മളുടെ ഡുവാനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും നീ എന്തിനാ ഇപ്പോൾ ഇതെല്ലാം അവരുടെ അടുത്തായിട്ട് റിവീൽ ചെയ്യാൻ പോയത്, ആ പെങ്കൊച്ചിനെ നിനക്കും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആ തടിയൻ ചോദിക്കും നീ ഇപ്പോൾ ഈഹി സിറ്റിയിലല്ലേ ഉള്ളത്, ഞാനാണെങ്കിൽ ഇവിടെയും, നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന പെങ്കൊച്ച് എന്ന് പറയുമ്പോൾ അതാരാ. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ ഇവന് ഹിൻഡ് കൊടുക്കാനായിട്ട് തുടങ്ങും, അതായത് ആ പെങ്കൊച്ച് ഇപ്പോൾ ഈഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേയും നമ്മളുടെ ആ തടിയും ഭയങ്കര ഷോക്കാകും. അവനൊന്ന് ആലോചിക്കുന്നേ പറയും നീ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സാക്ഷിനെ പറ്റിയിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഡുവാൻ പറയും അതെ അവള് തന്നെയാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. ഇത് കേൾക്കുന്നേ നമ്മളുടെ തടിയും ഭയങ്കര ഷോക്കായി പോവും. അവൻ പറയും എടാ നീ എന്നായിരുന്നാലും ഇങ്ങനൊരു ചതി കാണിച്ചല്ലോ, നീ എന്തിനാ അവളെ സ്നേഹിക്കാൻ പോയത്, നീ ഇക്കാര്യം എങ്ങനെ യാനിൻ്റെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും അത് ഞാൻ അവൻ്റെ അടുത്ത് പേഴ്സണലി തന്നെ നേരിട്ട് കണ്ട് പറഞ്ഞോളാം എന്ന് പറയും. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ യാൻ വിളിക്കും. എന്നിട്ടാണെങ്കിൽ ഇവന്മാർ രണ്ടുപേരുമായിട്ട് കോൺഫറൻസ് കോളിൽ സംസാരിക്കാനായിട്ട് ഒരുങ്ങും. നമ്മുടെ യാൻ ചോദിക്കും എന്നാലും നീ ഏത് പെണ്ണിനെയാടാ വളച്ചത്, ആ ഭാഗ്യം കെട്ട പെണ്ണാരാ, എന്നാലും നീ എങ്ങനെയാ അവളെ വളച്ചത് എന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് നമ്മളുടെ ഡുവാൻ പറയും ദാ ഈ തടിയനാണ് എനിക്ക് അവളെ വളയ്ക്കാനുള്ള എല്ലാ മാർഗവും പറഞ്ഞു തന്നെയെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ തടിയനാണെങ്കിൽ ആ ക്രെഡിറ്റ് എടുക്കണോ വേണ്ടയോ എന്ന് പോലും അറിയത്തില്ല. അവൻ പറയും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തടി ഊരാനായിട്ട് നോക്കും. സത്യം പറഞ്ഞാൽ ഡുവാൻ ഇപ്പോൾ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞ ആ ഭാഗ്യമില്ലാത്ത പെണ്ണ അവൻ്റെ തന്നെ സ്വന്തം അനിയത്തിയാ എന്ന്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് വേഗം തന്നെ കോള് കട്ടി. ആ കൂട്ടത്തിൽ നമ്മുടെ ഡുവാൻ പറയും എന്തായിരുന്നാലും ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടിട്ട് പേഴ്സണലി എല്ലാ കാര്യവും പറയാം എന്ന്. അപ്പോൾ ഞാൻ പറയും നീ എന്തായിരുന്നാലും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ലിറ്റിൽ ഡെമനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നേരെ, അവളാണെങ്കിൽ ഇപ്പോൾ സമ്മർ ബ്രേക്കിന് അവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക, അവളെ അവിടെ നിർത്തരുത് എന്ന് ഞാൻ പറയും. ഇത് കേൾക്കുന്നേ ഡുവാൻ ഓക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ ഹോസ്റ്റലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരുത്തിയുണ്ടല്ലോ, അവളിങ്ങനെ അവളുടെ ലൈബ്രറിയിലുള്ള ആ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി വന്നിട്ട് അവളുടെ അടുത്ത് പറയും നീ എന്താ ഇതൊന്നും സബ്മിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, വേഗം തന്നെ ഇത് എഴുതി സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയും എനിക്കിനിയും ലൈബ്രറിയിലെ കുറച്ച് ബുക്ക് കൂടി എടുത്തിട്ട് അതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ. അല്ല ആ ലൈബ്രറിയിലെ പവർ കട്ടായ ദിവസം നീ എവിടെ പോയേക്കുമായിരുന്നു, അന്ന് നീ ആണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടുമാണല്ലോ വന്നത്. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ പതുക്കെ അവളുടെ അടുത്ത് പറയും അന്ന് ഞാനാണെങ്കിൽ ഡുവാൻ്റെ വീട്ടിലായിരുന്നു, അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലിരുന്നിട്ട് ഞാൻ റിവൈസ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് അവളുടെ ഫ്രണ്ട് ചോദിക്കും റിവിഷൻ മാത്രമേ നടന്നോളൂ അതോ നിങ്ങൾ തമ്മിൽ കിസ് ചെയ്തോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി അങ്ങ് ഭയങ്കര നെർവസ് ആവും. ഇത് കാണുന്നതും അവളുടെ ഫ്രണ്ടിന് മനസ്സിലാവും ഓക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ അപ്പോൾ കിസ്സിങ് നടന്നിട്ടുണ്ട്, എന്നിട്ട് എന്താ സംഭവിച്ചത്. അപ്പം നമ്മളുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും അതെ എനിക്കൊരു ഡൗട്ടുണ്ട്, നീ നിൻ്റെ ബോയ് ഫ്രണ്ടും തമ്മിൽ ഇതേപോലെ ഫിസിക്കലായിട്ട് കുറച്ച് ക്ലോസ് ആകുമ്പോൾ നീ നല്ല നെർവസ് ആവാറുണ്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയും ഞാൻ നെർവസ് ആവാറില്ല, പക്ഷേ എൻ്റെ ബോയ് ഫ്രണ്ട് നെർവസ് ആവാറുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി പറയും ഞങ്ങൾക്കിടയിലും അങ്ങനൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, എന്നാൽ ഞാൻ നല്ല നെർവസ് ആയിപ്പോയി. അവനത് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഇവളുടെ ഫ്രണ്ട് അവൾക്ക് സജഷൻ കൊടുക്കും, അതായത് രണ്ടുപേര് തമ്മിൽ ഇഷ്ടത്തിലാവുമ്പോൾ അവിടെ ഫിസിക്കലി നമ്മൾ
നമ്മൾ ക്ലോസ് ആവും എന്നും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നെർവസിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. സത്യം പറഞ്ഞാൽ നെർവസ് ആവുന്നതിന് പകരം രണ്ടുപേരും ഈ ലവ് ചെയ്യുന്നത് ആസ്വദിക്കുക വേണ്ടത് എന്ന് പറയും. എന്നിട്ട് അവളാണെങ്കിൽ നമ്മുടെ സാക്ഷിക്ക് അഡ്വൈസ് കൊടുക്കും. എന്നിട്ട് പറയും, നീയാണെങ്കിൽ അവൻ്റെ കൂടെ ഫിസിക്കലി ക്ലോസ് ആയപ്പോൾ നെർവസായി എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മൈൻഡിൽ അത് കിടക്കും. അതുകൊണ്ട് തന്നെ നീ ഇനി ഇപ്പോൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. അതായത് നിനക്കിതിൽ യാതൊരു പ്രശ്നവുമില്ല, നീ നല്ല ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കാണിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് മനസ്സിലാവും അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ വെച്ച് താമസിപ്പിക്കാതെ വേഗം തന്നെ നമ്മുടെ ഡുവാന് മെസ്സേജ് അയച്ചിട്ട് പറയും, അടുത്ത ദിവസം നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്ന്. ഇത് വായിക്കുന്നേ നമ്മുടെ ഡുവാന് നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എത്തും. ഇവർ രണ്ടുപേരും ഡേറ്റിന് വേണ്ടിയിട്ട് ഒരു മാളിലായിട്ട് വരും. അവിടെയാണെങ്കിൽ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ നല്ലപോലെ സ്കേറ്റിംഗ് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡുവാനാണ് അവളെ ഇപ്പം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഓപ്പണായിട്ട് പറയും, സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ ഇന്ന് ഈ ഡേറ്റിന് വിളിച്ചിരിക്കുന്നതിന് എനിക്ക് നിന്നെ കിസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഷോക്കായപ്പോൾ അവൻ്റെ ബാലൻസ് പോകും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാക്ഷിനെ മറിച്ചിടാനായിട്ട് നോക്കും. എന്നിട്ട് സാക്ഷി പറയും, സത്യം പറഞ്ഞാൽ ഞാനത് സർപ്രൈസ് ആയിട്ട് തരണമെന്നാണ് വിചാരിച്ചത്, എന്നാൽ ഞാൻ നിനക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിസ് തന്നിട്ട് നീ ഇനി ഷോക്കായി പോയാലോ, അങ്ങനൊരു ഷോക്കിങ് വേണ്ട എന്ന് വെച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്നേ എന്ന് പറയും. ഇത് കേൾക്കുന്നേയും നമ്മളുടെ ഡുവാനാണെങ്കിൽ ഭയങ്കര ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പോൾ സാക്ഷി ചോദിക്കും, എന്താ നിനക്ക് കിസ് വേണ്ടേ? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, പിന്നെ വേണം എനിക്ക് ഉറപ്പായിട്ടും വേണം എന്ന് പറയും. എന്നിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ അവിടെ നിൽക്കാതെ ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്നങ്ങ് മുങ്ങിക്കളയും. നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ സ്കേറ്റിംഗ് നല്ലതുപോലെ അറിയത്ത് പോലുമില്ല. അവൾക്കാണെങ്കിൽ ഇപ്പം അവനെ അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാനും പറ്റത്തില്ല. അവസാനം അവളാണെങ്കിൽ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കും. ആ സമയത്ത് നമ്മുടെ ഡുവാൻ വന്നിട്ട് അവളെ സ്കേറ്റിംഗ് പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ പിടിച്ചുകൊണ്ട് വരും. സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ നോക്കുന്ന സമയത്തും നമ്മുടെ സാക്ഷിയുടെ മൈൻഡിൽ മൊത്തം ഇവനെ കിസ് ചെയ്യണമെന്ന അവൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ ആ സമയത്തെല്ലാം നമ്മുടെ ഡുവാൻ അങ്ങ് മാറി പോവുകയാണ്. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് അവൾ അവിടെ മാറിയിരിക്കും. എന്നിട്ട് പറയും, നിനക്ക് കിസ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിനക്ക് കിസ്സൊന്നും തരാൻ പോകുന്നില്ല എന്ന്. എന്നാൽ നമ്മുടെ ഡുവാൻ പറയും, അങ്ങനെ പറയല്ലേ എന്നും പറഞ്ഞിട്ട് അവളെ വീണ്ടും അടുത്തോട്ട് വിളിക്കും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്ത് ഡുവാൻ്റെ അടുത്ത് വന്ന് അവനൊരു കിസ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഇത് ഭയങ്കര പെട്ടെന്നായിരുന്നു, എന്തായിരുന്നാലും എനിക്കിത്തിരി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. ഇവിടെ ഇവർ രണ്ടുപേരും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സാക്ഷിയും അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇന്നത്തെ എക്സാമിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. അക്കൂട്ടത്തിൽ അവളുടെ ഫ്രണ്ട് പറയും, അയ്യോ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളെ കളിയാക്കി പറയും, ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടിരുന്നാലും നീ അതിൻ്റെ ആൻസർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയും, അത് ശരിയാണ്. എന്നിട്ട് ഇവരെല്ലാവരും ഈ പറഞ്ഞ സമ്മർ വെക്കേഷനുള്ള ഇൻറ്റേൺഷിപ്പിനെ പറ്റി സംസാരിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, എനിക്കിവിടെ നിന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം, പക്ഷെ എൻ്റെ വീട്ടിലെന്താ ആവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്ന്. അപ്പോൾ അവർ ചോദിക്കും, നീ നിൻ്റെ വീട്ടിലപ്പോൾ സംസാരിച്ചത് സമ്മതിപ്പിച്ചില്ലേ? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അതിനെനിക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെയും കോള് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ കറക്റ്റായിട്ട് നമ്മുടെ സാക്ഷിക്ക് ഒരു കോള് വരും. ആ കോളിൽ പറയുന്നത് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സെലക്ട് ആയി എന്ന്. ഇത് കേൾക്കുന്നേ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവും, അവളുടെ ഫ്രണ്ട്സിനും ഭയങ്കര സന്തോഷമാവും. എപ്പിസോഡ് തുടങ്ങും തന്നെ നമ്മുടെ സാക്ഷിയുടെ കൂട്ടുകാരിയായിട്ടുള്ള ആ കണ്ണാടിക്കാരിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ആ സ്പോർട്സ്മാൻ ആയിട്ടുള്ള മിന്നില്ലേ, അവൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അതിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കാണുന്ന അവളുടെ രണ്ട് ബാക്കി ഫ്രണ്ട്സും വന്നിട്ട് ചോദിക്കും, നീ ആണെങ്കിൽ അവരുടെ അടുത്ത് നിൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞോ എന്ന്. ഇത് കേൾക്കുന്ന ആ കണ്ണാടിക്കാരി പറയും, ഇല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തോ പോലെയായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവളെ നല്ലതുപോലെ ചിയറപ്പ് ചെയ്യും. എന്നിട്ട് പറയും, നീ നിൻ്റെ കാര്യത്തിൽ സ്വന്തമായിട്ട് വിശ്വാസം വെക്കണം, എന്നാൽ മാത്രമേ നിൻ്റെ കാര്യമെല്ലാം പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഡുവാനെയാണ്. അവരാണെങ്കിൽ അവൻ്റെ ഓഫീസിലിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവളുടെ ആ ഹെഡായിട്ടുള്ള സിയോങ്ങില്ലേ, അവൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വയ്യാണ്ടാവും. ഇവളുടെ ഈ വയ്യായിക കണ്ടിട്ട് എല്ലാവരും വന്നിട്ട് പറയും, വേഗം തന്നെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എന്തിനാ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ സിയോങ് പറയും, അതിൻ്റെ ആവശ്യമില്ല, ഇവിടുത്തെ കാര്യം നടക്കട്ടെ, പിന്നീട് ഞാൻ എൻ്റെ അസുഖത്തെ പറ്റി നോക്കാം എന്ന്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് പറയും, ഇല്ല ഇനിയും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർ മാനേജ് ചെയ്തോളും, ഡുവാനുണ്ടല്ലോ, ഡുവാനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ സിയോങ്ങിനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോകും. പിന്നീട് കാണിക്കുന്ന
നമ്മുടെ സാക്ഷിയുടെ കൂട്ടുകാരിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അതേപോലെ തന്നെ നമ്മുടെ സാക്ഷി റെഡിയായി നിൽക്കുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകണ്ടേ. അതായത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആ ഇൻറ്റേൺഷിപ്പ് ജോബിന് പോകാൻ വേണ്ടിയിട്ട് അവൾ റെഡിയായി നിൽക്കുന്നത്. ഇത് കാണുന്ന അവളുടെ ഫ്രണ്ട്സ് ചോദിക്കും, നീ സത്യം പറ, യഥാർത്ഥത്തിൽ നീ ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് ഡുവാൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അല്ല, യഥാർത്ഥത്തിൽ എനിക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നേ എന്ന്. അങ്ങനെ അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ യാൻ വിളിക്കും. എന്നിട്ട് ചോദിക്കും, നിൻ്റെ ഫ്ലൈറ്റ് എപ്പോഴാണ്, നീ എപ്പോഴാണ് ഫ്ലൈറ്റ് കയറുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഫ്ലൈറ്റ് കയറാനോ, ഞാൻ വരുന്നതൊന്നുമില്ല, ഞാനിവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോവുക. ഞാൻ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുകയും ചെയ്തു, അതുകൊണ്ട് നീ എന്നെ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ യാനിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പഴയ പോലെ തന്നെ ഇവളുടെ ബോയ് ഫ്രണ്ട് കാരണം ചീറ്റ് ചെയ്യപ്പെടുവോ എന്ന് ആലോചിച്ചിട്ട് അവിടെ നമ്മുടെ യാനാണെങ്കിൽ സാക്ഷിനെ ഒരുപാട് വിലക്കും. എന്നിട്ട് പറയും, ഇനി നീ പഴയ പോലെ തന്നെ അവനുമായിട്ട് അടിയിട്ടിട്ട് എൻ്റെ അടുത്തൊന്നും വന്നേക്കരുത്, ഞാനിതിൽ തലയെടുത്തുമില്ല, ഞാൻ നിൻ്റെ കാര്യം സംസാരിക്കാനും നിൽക്കത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. യാങ് പറയും, ഇനി മേലെ എന്നെ കോണ്ടാക്ട് ചെയ്ത് പോരുത്, ഞാൻ എന്ത് ചെയ്യും, തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. ഇത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട്സ് പറയും, നിൻ്റെ ബ്രദർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണല്ലോ തോന്നുന്നത്, ഇനിയിപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നീ ഡേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു. വേഗം തന്നെ അവളാണെങ്കിൽ നമ്മളുടെ യാനിന് മെസ്സേജ് അയക്കും, അതായത് ഞാൻ ഡേറ്റ് ചെയ്യുന്നത് വേറെ ആരെയല്ല, നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള ഡുവാനെ തന്നെയാ എന്ന്. അവൾ ആ മെസ്സേജ് അങ്ങോട്ട് അയച്ചിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് സെൻഡ് ആവത്തില്ല. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അവളെ ബ്ലോക്ക് ആക്കിയായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ സാക്ഷി ഇപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷി ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയിലായിട്ട് ചെല്ലുന്നേ. അവളുടെ കൂടെ തന്നെ വേറെ ഒരു സ്റ്റാഫുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടേക്ക് വരും. അവിടെയാണെങ്കിൽ അവർക്കുള്ള വർക്ക് സ്റ്റേഷനൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരാരെ അസിസ്റ്റൻ്റ് ചെയ്യേണ്ടേ എന്നും കാണിച്ചു കൊടുക്കും. അവിടെ ഇരിക്കുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, ഇവക്കാണെങ്കിൽ നമ്മുടെ സാക്ഷിനെ കാണുന്നതും മനസ്സിലാവും ഇവൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഡുവാൻ്റെ മുഖത്ത് വെള്ളം കോരി ഒഴിക്കാൻ വന്ന ജിയാങ് ഇല്ലേ, അവളുടെ കൂടെ വന്ന അവളുടെ കൂട്ടുകാരി പെണ്ണാണ്. ഇവക്കാണെങ്കിൽ നമ്മളുടെ സാക്ഷിനെ കാണുന്നത് മനസ്സിലാവും. ഇവക്കാണെങ്കിൽ അവളെ കാണുന്നത് നല്ല ദേഷ്യവും ഉണ്ടായിരുന്നു. നമ്മളുടെ സാക്ഷി വന്നിട്ട് ഇവളുടെ അടുത്ത് ഇൻട്രൊഡക്ഷൻ കൊടുക്കും, അതായത് ഞാൻ സാക്ഷിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവളാണെങ്കിൽ നമ്മുടെ സാക്ഷിക്ക് ഡ്യൂട്ടിയും കൊടുക്കാൻ തുടങ്ങും. അതായത് കുറേ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് പ്രിൻ്റ് എടുത്തുകൊണ്ട് വാ, അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ചായ എടുത്തുകൊണ്ട് വാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ അറിയത്തില്ല. അവസാനം ഇവളെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്നത് അവിടെയുള്ള വേറൊരു സ്റ്റാഫാണ്. അങ്ങനെ ഇവളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സാക്ഷി പുറത്ത് വന്നിരിക്കും. സത്യം പറഞ്ഞാൽ അവൾ വന്നിരിക്കുന്നതും അവളുടെ പേരൻസിനെയൊക്കെ വിളിച്ചിട്ട് ഇന്നത്തെ ജോബ് എങ്ങനെ ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഒക്കെ വിളിച്ചു പറയും. കൂട്ടത്തിൽ നമ്മുടെ യാനിന് മെസ്സേജ് അയക്കും. എന്നാൽ യാൻ ഇപ്പോഴും നമ്മുടെ സാക്ഷിനെ ബ്ലോക്ക് ആക്കി വെച്ചേക്കുക. അങ്ങനെ അവൾ സങ്കടപ്പെട്ടിരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ഡുവാൻ ഓടിക്കൊണ്ടുവരും. അവൻ്റെ കയ്യിലായിട്ടൊരു ബൊക്കയും ഉണ്ട്. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷി ചോദിക്കും, ആഹാ, ഇവിടേക്ക് ആരായി വന്നേക്കുന്നത്, നീ എന്തോ എനിക്ക് വേണ്ടി കൊണ്ടുവന്നേ? അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ ആ ബൊക്ക എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവറിൻ്റെ ബൊക്കയായിരുന്നു. അതിനകത്തായിട്ട് എന്തൊരു നോട്ടും ഉണ്ട്. നമ്മുടെ സാക്ഷി ഇത് നോക്കി ഭയങ്കര സന്തോഷം നിൽക്കുമ്പോൾ നമ്മുടെ ഡുവാൻ പറയും, നീ ഇപ്പോൾ ചെയ്ത വർക്കില്ലേ, ഈ സൺഫ്ലവറിനെ പോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കട്ടെ എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് അവളുടെ ഇന്നത്തെ വർക്കിനെ പറ്റിയൊക്കെ ചോദിക്കും, നീ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ഇത് കേൾക്കുന്നേ സാക്ഷി പറയും, നീ ഇപ്പോൾ സംസാരിക്കുന്നേ എൻ്റെ അച്ഛനെ പോലാണ്, അച്ഛനും ഇതേപോലെ സംസാരിക്കുന്നേ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് ഒരു പാവക്കുട്ടിനെ ഗിഫ്റ്റ് കൊടുക്കും. എന്നിട്ട് പറയും, ഇത് ഞാൻ നിനക്ക് ഗിഫ്റ്റാ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഹായ്, ഈ പിഗിനെ കാണാൻ നല്ല രസമുണ്ട് എന്ന്. അപ്പം നമ്മുടെ ഡുവാൻ പറയും, ഇത് പിഗല്ല, ഇതൊരു റാബിറ്റാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എപ്പോഴൊക്കെ സ്ട്രെസ്സ് വരുന്നുണ്ടോ ആ സമയത്തെല്ലാം ഇതിനെ അടിക്കുകയോ ഇതിനോട് സംസാരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം, ഇതിനൊന്നും സംഭവിക്കത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് യാനിൻ്റെ പേരും പറഞ്ഞ ആ പാവക്കുട്ടീനെ ബെഞ്ചിൻ്റെ മണ്ടയിലായിട്ട് എടുത്തങ്ങ് അടിക്കും. ഇത് കാണുന്നേ നമ്മളുടെ ഡുവാൻ ചോദിക്കും, എന്ത് പറ്റി, നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ വീണ്ടും അടിയായോ? അപ്പം നമ്മുടെ സാക്ഷി നടന്ന കാര്യമൊക്കെ പറയും. അവൾ പറയും, എനിക്കറിയത്തില്ല അവനെ എങ്ങനെയാ മാനേജ് ചെയ്യേണ്ടേ എന്ന്. അല്ല, നീ എങ്ങനെയാ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് നമ്മളുടെ രണ്ടുപേരുടെ റിലേഷൻ്റെ കാര്യം പറയാൻ പോകുന്നത്? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഞാൻ അവൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടിരിക്കുക, അത് നേരിട്ട് കണ്ട് തന്നെ പറയണം, എന്നാൽ മാത്രമേ അവനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിയാണെങ്കിൽ വീണ്ടും ദേഷ്യം വന്നിട്ട് ആ പാവക്കുട്ടീനെ വീണ്ടും ആ ഡെസ്കിൻ്റെ മണ്ടയിലായിട്ട് എടുത്തങ്ങ് അടിക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ വീണ്ടും ഒരു പാവക്കുട്ടീനെ നിനക്ക് വാങ്ങിച്ചു തരേണ്ടതായിട്ട് വരുമെന്ന്.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സാക്ഷിയുടെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ ഇന്ന് നല്ലതുപോലെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സാക്ഷിയുടെ ബോസ് ആണെങ്കിൽ നല്ല പോലെ അവൾക്ക് പണി കൊടുക്കുന്നുണ്ട്. എന്നാൽ അവളുടെ കൂടെ ജോയിൻ ചെയ്ത ആ ഇൻറ്റേണില്ലേ, അവനാണെങ്കിൽ ചെയ്യുന്നതിനല്ല നല്ലതുപോലെ അപ്രിസിയേഷനും അതും ഇതൊക്കെ കിട്ടുന്നുണ്ട്. കൂടെ തന്നെ അവൻ്റെ അടുത്ത് പറയും നമുക്ക് ഒരു ട്രീറ്റിന് പോവാമെന്ന്. അങ്ങനെ അവൻ പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ സാക്ഷിനെ വിളിക്കും. അപ്പോൾ സാക്ഷി പറയും ഇല്ല ഇല്ല എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ പൊക്കോ എന്ന്. എന്നിട്ട് അവൾ തൊട്ട് പുറവേ തന്നെ നമ്മളുടെ ഡുവാനെ വിളിച്ച് സംസാരിക്കും. നീ ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചില്ല, കഴിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് തന്നെ ഇവളുടെ ബോസായിട്ടുള്ള ആ പെണ്ണില്ലേ, അവരവിടേക്ക് വരും. എന്നിട്ട് നമ്മുടെ സാക്ഷിയുടെ ചോദിക്കും നിനക്ക് ഞാൻ തന്ന ജോലി നീ അത് കംപ്ലീറ്റ് ആക്കിയോ, എന്നിട്ടാണോ നീ ഫോണിൽ സംസാരിക്കുന്നത്? ഇത് കേൾക്കുന്നേ നമ്മളെ സാക്ഷി അങ്ങ് ഒരുമാതിരിയാവും. അവൾ വേഗം തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് പറയും സോറി മാം, ഞാനാണെങ്കിൽ ഇവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. സത്യം പറഞ്ഞാൽ ഇവള് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ ആ പെണ്ണ് പറയുന്നതൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ അവനങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി സമയമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി എങ്ങനെയെങ്കിലൊക്കെ അവളുടെ ജോലി വേഗം തന്നെ തീർത്തിട്ട് നമ്മുടെ ഡുവാന് സർപ്രൈസ് കൊടുക്കാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ആ സമയത്ത് കറക്റ്റായിട്ട് ഇവളുടെ ആ ബോസ് ലേഡിയില്ലേ, അവർ വന്നിട്ട് ഇവക്ക് വീണ്ടും കുറേ പണി കൊടുക്കും. എന്നിട്ട് പറയും നീ ഇതൊക്കെ ചെയ്തിട്ട് പോയാൽ മതിയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് നല്ല വിഷമമാവും. അങ്ങനെ അവസാനം അവൾ അവിടെ ഇരുന്നിട്ട് ആ പണിയൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങും. അങ്ങനെ ഒരു പാതിരാത്രി ആവുന്നതും അവിടെയുള്ള ലാസ്റ്റ് സ്റ്റാഫും പോകാനായിട്ടിരുങ്ങും. ആ ടൈമിൽ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ആ സമയത്ത് അവൻ്റെ ഒരു പാഴ്സൽ വരും. അവനാണെങ്കിൽ അവിടെ പറയും അതിന് ഞാൻ പാഴ്സലൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ അവൻ ആ പാഴ്സൽ വാങ്ങി നോക്കുമ്പോൾ എന്തുവാ, അത് അയച്ചിരിക്കുന്ന നമ്മുടെ സാക്ഷിയാണ്. ഇത് കാണുന്ന ഡുവാനങ്ങ് ഭയങ്കര ചമ്മിപ്പോവും. പെട്ടെന്ന് തന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് ഒക്കെ അവനെ കളിയാക്കും. ഓഹോ നിന്റെ ഗേൾ ഫ്രണ്ട് അയച്ച ഗിഫ്റ്റ് ആയിരിക്കുമല്ലേ, ഞങ്ങൾക്ക് വേണം ആ ഫുഡ്, ഞങ്ങളും ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനായിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും ഒന്ന് പോടാ, എൻ്റെ ഗേൾ ഫ്രണ്ട് അയച്ച ഫുഡ് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ട് നമ്മുടെ സാക്ഷിനെ കോൾ ചെയ്യും. സാക്ഷി എടുത്ത് ചോദിക്കും നീ വല്ലതും കഴിച്ചോ, നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് എന്ന്. ഇതിൻ്റെ പുറവേ തന്നെ അവിടെയുള്ള ലാസ്റ്റ് പെങ്കൊച്ച് പോകാൻ നേരത്ത് നമ്മുടെ സാക്ഷി എടുത്ത് വിളിച്ച് പറയും നീ പോകുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോണേ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഇത് നമ്മുടെ ഡുവാൻ കേൾക്കും. അവന് മനസ്സിലാവും അതായത് സാക്ഷി ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാന്ന്. അപ്പോൾ അവൻ പറയും നീ വേഗം തന്നെ ജോലി തീർക്ക്, ഞാൻ നിന്നെ അവിടേക്ക് കാണാൻ വരാം എന്ന്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നേ ഇവർ രണ്ടുപേരും പാർക്കിൽ മീറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് പറയും എനിക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തവും വർക്ക് ചെയ്തിട്ട് ഭയങ്കര ക്ഷീണമായി പോയി എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും നിനക്ക് നല്ല ക്ഷീണമായി എങ്കിൽ നീ എൻ്റെ തോളിലായിട്ട് തല വെച്ചിട്ട് ഒന്ന് ചാരി കിടന്നോ. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കും. എന്നിട്ട് നമ്മുടെ ഡുവാൻ പറയും എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും ഞാൻ ഇന്നത്തെ ദിവസം ഫുള്ള് വർക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയായിരുന്നു, എന്നാലും നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഫുൾ ചാർജായി. അപ്പോൾ നമ്മുടെ ഡുവാനും അതേ കാര്യം തന്നെ പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ സാക്ഷിക്ക് അവളുടെ ആ ബോസ് ഇല്ലേ അവർ മെസ്സേജ് അയച്ചിട്ട് പറയും നിനക്ക് കുറച്ചുകൂടി പണിയുണ്ട്, നീ അവിടെ ഇരുന്ന് അതെല്ലാം ചെയ്യണം എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഡുവാനും മെസ്സേജ് വരും അവനും ഡ്യൂട്ടി ഉണ്ട് എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം അവിടെ നിന്ന് പിരിഞ്ഞു പോകും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയം നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലിയില്ലേ അത് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരത്ത് തന്നെ നമ്മൾ ഡുവാന് മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് ചോദിക്കും നീ ഇപ്പോഴും ഉണർന്നിരിക്കുവാണോ, നീ എന്തോ ചെയ്യുക എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും ഞാനും എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം അവൻ കിടക്കാനായിട്ടിരുങ്ങും. അവനാണെങ്കിൽ ആ ഓഫീസിൽ തന്നെയാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വരുവാണ്. അവിടെയായിട്ട് നമ്മൾ ഡുവാൻ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കും. ഡുവാനാണെങ്കിൽ ഇവൻ നല്ല ക്ഷീണിച്ച് ഉറങ്ങിയിരിക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സാക്ഷി വന്ന് നോക്കുമ്പോൾ എന്തോ ഇവൻ നല്ല പീസ്ഫുള്ളായിട്ട് ഉറങ്ങുന്നു. ഇവളാണെങ്കിൽ അവനെ ശല്യം ചെയ്യത്തില്ല. ആ സമയത്ത് തന്നെ നമ്മുടെ ഡുവാൻ്റെ അലാറം അടിച്ചിട്ട് അവൻ എഴുന്നേക്കും. നോക്കുമ്പോൾ എന്തോ അവൻ്റെ ഗേൾ ഫ്രണ്ട് അവനെ ഇങ്ങനെ നല്ല സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം രണ്ടുപേരും കാല് കയറിയിട്ട് നമ്മുടെ ഡുവാൻ പറയും ഞാൻ നിന്നെ നിൻ്റെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷിയുടെ കയ്യിലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തങ്ങ് കൊടുക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കും. പെട്ടെന്ന് നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും നീ എന്താ നല്ലതായിട്ട് ഉറങ്ങിയില്ലേ, അല്ല നീ ഇന്നലെ എന്നെ കാണാൻ വന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും ഇട്ടേക്കുന്നത്, എന്താ നിനക്ക് രാത്രി വേറെ വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോ, രാത്രി ആ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് കറങ്ങിയിട്ട് രാവിലെയാണോ എന്നെയും കൊണ്ട് കറങ്ങുന്നത് എന്നൊക്കെ നമ്മുടെ സാക്ഷി ചോദിക്കും. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെപ്പാടെ ഒരു ഗേൾ ഫ്രണ്ടേ ഉള്ളൂ, നീ എന്താ നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, നീയും ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയില്ലേ. അപ്പോൾ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലായിരുന്നു. അവസാനം ഇവർ രണ്ടുപേരും ആ ഓഫീസിൻ്റെ മുമ്പിലായിട്ട് വന്ന് നിൽക്കും. എന്നിട്ട് നമ്മുടെ ഡുവാൻ പറയും നീ നല്ലതുപോലെ വർക്കൊക്കെ ചെയ്യുക, എന്തായിരുന്നാലും നിൻ്റെ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് നമ്മുടെ സാക്ഷിയും ഡുവാനും കൂടി പരസ്പരം കിസ് ചെയ്യും. ആ സമയത്താണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ ആ ബോസില്ലേ ആ പെണ്ണാണെങ്കിൽ അതിൽ നടന്നു പോകുമായിരുന്നു. ഇവളാണെങ്കിൽ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് കാണും. പെട്ടെന്ന് തന്നെ അവൾ ഓഫീസിൽ വന്നിട്ട്
നമ്മളെ ആ ജിയാങ്ങില്ലേ അവളെ വിളിച്ചിട്ട് പറയും നീ ഇപ്പോൾ ആ ഡുവാനുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടോ? അപ്പോൾ അവൾ ചോദിക്കും നീ ഇപ്പം എന്താ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അപ്പോൾ ഈ ബോസ് പെണ്ണ് പറയും അതായത് നിന്റെ മുഖത്തന്ന് വെള്ളം കോരി ഒഴിച്ചൊരു പെണ്ണില്ലേ, ആ പെണ്ണും ഡുവാനും നല്ല ക്ലോസ് ആണെന്നാണ് തോന്നുന്നത്. അവളിപ്പോൾ എൻ്റെ കമ്പനിയിലാണ് ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അത് എൻ്റെ കീഴിൽ. ഇത് കേൾക്കുന്നേം ആ ജിയാങ്ങിനങ്ങ് ഭയങ്കര ദേഷ്യം വരും. അതായത് അവളല്ലാതെ നമ്മൾ ഡുവാൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വേറൊരു പെണ്ണുണ്ട് എന്ന് അറിഞ്ഞതിൽ സത്യം പറഞ്ഞാൽ ഇവക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഇവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ബോസ് ചോദിക്കും നീ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ ജിയാങ് അവിടെ കള്ളം പറയും ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന്. അങ്ങനെ അവസാനം ഈ ബോസ് അങ്ങ് കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവരാണെങ്കിൽ നമ്മുടെ സാക്ഷിനെ ഒരുപാട് വഴക്ക് പറയുന്നതാണ്, അതും അവളുടെ ജോലിയുടെ പേരിൽ. അങ്ങനെ ഇവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെയുള്ള വേറൊരു സ്റ്റാഫ് അവിടേക്ക് വരും. എന്നിട്ട് നമ്മുടെ സാക്ഷിയുടെ പറയും നീ ഇവിടെ നിന്ന് പൊക്കോ, ഞാനത് മാനേജ് ചെയ്തോളാം എന്ന്. എന്നിട്ടാണെങ്കിൽ ആ സ്റ്റാഫ് ഈ ബോസിൻ്റെ അടുത്ത് പറയും നിങ്ങൾ എന്തിനാ അവളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, അവളൊരു ഇൻറ്റേൺ അല്ലേ, അവളുടെ അടുത്ത് ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ ജോലി നല്ല പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവർ രണ്ടുപേരും പുറത്ത് നിന്ന് സംസാരിക്കുന്നത്. അതിനകത്ത് ഈ ബോസ് പറയും എനിക്കാണെങ്കിൽ ആ സാക്ഷിനെ ഒട്ടും ഇഷ്ടമല്ല, അവളുടെ യഥാർത്ഥ സ്വഭാവം എന്തുവാന്ന് ഞാൻ എന്നാൽ ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടതാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന സ്റ്റാഫ് പറയും അങ്ങനെയല്ല, സാക്ഷി നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, അവളെപ്പറ്റി നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ സാക്ഷി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ ജിയാങ് ആണെങ്കിൽ നമ്മുടെ ഈ ബോസ് പെണ്ണിനെ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കും നമുക്ക് രണ്ടുപേർക്കും ഇന്നൊരു ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന്. അപ്പോൾ ആ ബോസ് പെണ്ണ് പറയും എനിക്കിന്ന് പറ്റത്തില്ല, ഇന്ന് എനിക്കാണെങ്കിൽ എൻ്റെ ടീം ഡിന്നറുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ അവരുടെ കൂടെ പോയേ പറ്റത്തുള്ളൂ എന്ന്. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ ജിയാൻ്റെ മനസ്സിൽ ലഡ്ഡു കൊട്ടു. അവൾ ചോദിക്കും നിങ്ങൾ എവിടെയാണ് പോകുന്നത്, എനിക്ക് എൻ്റെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരുടെ ടീംമേറ്റ്സ് എല്ലാവരോടും ചേർന്നിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിക്ക് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷിയും ഉണ്ട്. അവൾക്കാണെങ്കിൽ അവിടെ ഇരിക്കാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൾ നമ്മുടെ ഡുവാന് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും നീ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചാട്, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നോളാം. അങ്ങനെ അവസാനം നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇവരടുത്ത് പറയും എൻ്റെ ഹോസ്റ്റൽ ക്ലോസ് ചെയ്യാനുള്ള നേരമായി, എനിക്ക് പോയേ പറ്റത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഡോർ തുറക്കുന്നതും അവൾ കാണുന്നത് ആ ജിയാങ് ഉണ്ടല്ലോ, അവൾ അവിടേക്ക് എൻ്റർ ആവുന്നതാണ്. ഇവക്കാണെങ്കിൽ മനസ്സിലാവത്തില്ല ഇവൾ എന്തിനാ ഇവിടേക്ക് വന്നിരിക്കുന്നേ എന്ന്.